हरे कृष्णा सर्वं कृष्णार्पणमस्तु. प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പ്രഭാത മഞ്ജരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാത മഞ്ജരിയിലൂടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഗീതാ പഠന ക്ലാസ്സാണ്. ഹരേ കൃഷ്ണ. അതെ, ഞാൻ തിരിച്ചു വിളിച്ചു. എന്ത് പറഞ്ഞു?
ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗീതാ പഠന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര ഡിസോർഡറായിട്ട് പോകുന്നു അല്ലേ നമ്മുടെ ക്ലാസ്സൊക്കെ ഇപ്പം കുറേ ദിവസങ്ങളായിട്ട്. ഒന്ന് ഹോൾഡ് ചെയ്യണേ 10 മിനിറ്റ്. श्रील प्रभुपाद की जय. ഓക്കെ പ്രസന്ന മാതാജി. അപ്പോൾ ഇന്ന് നമ്മൾ ഗീതാ പഠന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ തിരുപ്പതി യാത്രയെക്കുറിച്ച്. തിരുപ്പതി യാത്ര ഇനി 41 പേരുമായിട്ട് എത്രയും എളുപ്പം നമ്മൾ പോകുന്നതായിരിക്കും. നമ്മുടെ തിരുപ്പതി യാത്ര വരുന്നത് ഒക്ടോബറിലാണ്. അപ്പം ഒക്ടോബറിലേക്ക് തിരുപ്പതി യാത്ര വേണമെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്. ഇന്നും നാളെയും കൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. ഇനി വളരെ കുറച്ച് ബുക്കിങ്സും കൂടെ നമുക്ക് എടുക്കാൻ സാധിക്കും, പിന്നെ കിട്ടത്തില്ല. അപ്പോൾ അത് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മോനിപ്പോൾ സുഖമായി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനം. ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് പതിവ് പോലെ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേരുള്ള ചുറ്റുവിളക്കാണ്. അപ്പം അതിനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. മറ്റ് വിശേഷങ്ങളൊന്നും തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ല. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നൽകാം. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ആവുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഗ്രൂപ്പിൽ ആഡ് ആവാനും കുറച്ച് മെമ്പേഴ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും അത് ക്ലോസ് ചെയ്യും. കാരണം ഒത്തിരി പേരുമായിട്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മോനിപ്പോൾ ഡിസ്ചാർജായി, ഇന്നലെ ഡിസ്ചാർജായി. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കൂടെ അവനെ ഒന്ന് ഒബ്സർവേഷൻ വീട്ടിൽ വെച്ചിട്ടാണ്, എന്നിട്ട് ഒന്നുകൂടെ കൗണ്ട് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമ്മൾ തിരിച്ചു വിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ഭഗവാന്റെ കാരുണ്യം. പിന്നെ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ? മറ്റന്നാളാണ് നമ്മുടെ ഒരു വൃദ്ധസദനത്തിലെ അമ്മമാരുടെ കൂട്ടത്തിൽ ഒരു അമ്മയുടെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം സഹായം എത്തിക്കാൻ പറ്റുന്നവർക്ക് എത്തിക്കാം. അവർക്ക് നമുക്ക് വസ്ത്രദാനവും ഭക്ഷണമൊക്കെ കൊടുക്കണമെന്ന് താല്പര്യമുണ്ട്. ലൈവ് ഇട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാം നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. ചന്ദനക്കുറിക്ക് മാച്ച് ചെയ്ത ചുരിദാർ എടുത്തിട്ടതല്ല. ചന്ദനക്കുറി നോർമലി എപ്പോഴും വെക്കുന്നതാണ്. ചുരിദാർ ഇത് കണ്ടപ്പോൾ എടുത്തിട്ടു, അത്ര തന്നെ. പിന്നെ നമ്മുടെ തിരുപ്പതിയിലെ അന്നദാനം നമ്മൾ 7-ാം തീയതിയിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോർഡറായി എടുക്കുന്നതിൽ ആരും ഒന്നും ചിന്തിക്കരുത്, ക്ഷമിക്കണം. ഈ യാത്രയും കാര്യങ്ങളും എല്ലാം കൂടി വന്നപ്പം ഒന്ന് പറയൂ, ID കാർഡില്ലെന്ന് എല്ലാം കൂടി വന്നപ്പോൾ ഉള്ള ആ ഒരു ഇതാണ്. നമുക്ക് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം ഒന്ന് അറിയണമെങ്കിൽ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ടൊരു ഓഡിയോ ഇട്ട് തരാം. ഓക്കെ, ID കാർഡ് ഇവിടെ ഇല്ല വിനോദ്? ഇല്ല, ശരി. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാം. മെസ്സേജുകളെല്ലാം ഇന്ന് നോക്കി തീരുന്നതായിരിക്കും. ഭഗവത്ഗീത യഥാരൂപത്തിൽ അധ്യായം 6 നമ്മൾ 15ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 6 15ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. 15ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ യുജ്ഞനേവം സദാത്മാനാം യോഗി നിയതാമാനസ ശാന്തിം നിർവാണപരമാം മത്സംസ്ഥതാമി ഗച്ഛതി എന്നാണ് പറയുന്നത്. ഇങ്ങനെ മനസ്സും ശരീരവും പ്രവർത്തനങ്ങൾ എന്നിവകളെ നിരന്തരം ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ആത്മനിയന്ത്രണം സാധിച്ച അതീന്ദ്രിയജ്ഞാനി ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് ദൈവസാമ്രാജ്യം പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ മനസ്സും ശരീരവും പ്രവർത്തനങ്ങളും, നമ്മൾ പറഞ്ഞു നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ഇന്ദ്രിയങ്ങളും ഒരേ രീതിയിൽ നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രമേ നമുക്ക് യോഗയിലൂടെ ധ്യാനത്തിലൂടെ നമുക്ക് ഭക്തിയിലേക്കും കടക്കാൻ പറ്റൂ എന്ന്. ഇല്ലെങ്കിൽ അത് സാധിക്കില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ. അപ്പോൾ നമ്മുടെ മനസ്സ് ശരീരം, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നമ്മുടെ മനസ്സിലാണ് ആദ്യം നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്, അല്ലേ? ആ മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടായിരിക്കും നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുൻപേ മനസ്സിലൊരു കാര്യം ആലോചിച്ച് അത് നമ്മളുടെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട്,
നമ്മൾ ആലോചിക്കണം, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യം എന്നുള്ളത് ആലോചിച്ച് കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്തിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. എടുത്തടിച്ച് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലവും ആരനുഭവിക്കണം? നമ്മൾ തന്നെ അനുഭവിക്കണം. അത് ചിലപ്പം നല്ലതാവാം, ചിലപ്പം ചീത്തയാവാം. അതെല്ലാം നമ്മളുടെ കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ആപത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം എങ്ങനെയോ ബൈ ചാൻസ് രക്ഷപ്പെട്ടു പോകുന്നില്ലേ, അതൊക്കെ കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും അനുഭവിച്ചേ മതിയാവും. അതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഭക്തിയിലൂടെ വരുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ട കർമ്മഫലങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഒരു കാഠിന്യം ചിലപ്പോൾ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ പനി വരുന്ന സമയത്ത് നമ്മൾ പനിക്കുള്ള ടാബ്ലറ്റ്സ് എടുക്കാതെ ഇരിക്കുമ്പോൾ പനി ഇങ്ങനെ കൂടി നമുക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയിലേക്ക് പോകും. പക്ഷേ പനി വരുന്ന സമയത്ത് അതിനുള്ള നല്ല ടാബ്ലറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കാഠിന്യം ഇങ്ങനെ കുറഞ്ഞു വരും. ഇതേപോലെയാണ് നമ്മുടെ കർമ്മഫലവും നമ്മുടെ ജീവിതവും. കർമ്മഫലത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ കർമ്മഫലം കർമ്മഫലം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജന്മത്തിൽ ഈശ്വര ആരാധനകൾ ചെയ്യുന്നതും മഹത് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ജപിക്കുന്നതും വായിക്കുന്നതും സത്സംഗങ്ങൾ കേൾക്കുന്നതുമെല്ലാം. അതർവൈസ് നമ്മൾ എന്തുണ്ടാവും? നമുക്ക് എത്രത്തോളം കർമ്മഫലങ്ങളുണ്ടോ അത്രത്തോളം നമ്മൾ അനുഭവിക്കണം. അതല്ല എങ്കിൽ ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, ഈ 4 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കർമ്മഫലങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്. പക്ഷെ അതിൻ്റെ കാഠിന്യം നമുക്കൊന്ന് കുറഞ്ഞു കിട്ടും. ഓക്കെ, അനുഭവിക്കേണ്ടത് എന്തായാലും അനുഭവിക്കണം, പക്ഷെ അതിൻ്റെ കാഠിന്യം അത്രത്തോളം ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ കർമ്മഫലവും നമ്മുടെ ജീവിതവും. അതുപോലെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഗുണങ്ങളും. ഇതിൽ പറയുന്നു യോഗ പരിശീലനത്തിൻ്റെ പരമലക്ഷ്യം എന്തെന്നത് ഇവിടെ നന്നായിട്ട് പറയുന്നുണ്ട് അല്ലേ. ഈ 2-3 ചാപ്റ്ററിൽ യോഗ പരിശീലിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇത് ആലോചിച്ച് നോക്കണം. ഗീതയാണ് പറയുന്നത്. ആ ഗീതയിൽ ഇത്രയും സ്പഷ്ടമായി യോഗയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ യോഗ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഭൗതികമായി ഒന്നും നേടാൻ വേണ്ടിയിട്ടുള്ളതല്ല യോഗാചര്യ. അതായത് ഈ ലോകത്തിലുള്ള ഒന്നും, ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും നേടിയെടുക്കാനുള്ളതല്ല എന്തെന്ന് പറയുന്നത് യോഗ എന്ന് പറയുന്നത്. യോഗ കൊണ്ട് നമുക്ക് ഈ ഭൗതികതയിലുള്ള ഈ ലോകത്തിലുള്ള ഒന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. ഭൗതികത്വത്തെ സമ്പൂർണമായി നിർത്താൻ വേണ്ടിയാണിത്. ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ അടുപ്പിക്കാതിരിക്കാനുള്ള ഒരു കാര്യവും കൂടെ, ഒരു അനുഗ്രഹം കൂടെ യോഗയിൽ ഒരു പ്രഥമ സ്ഥാനമാണ് യോഗ നമ്മുടെ ജീവിതത്തിൽ. കാരണം യോഗയിലേക്ക് നമ്മൾ മനസ്സടുപ്പിക്കും തോറും നമുക്ക് നമ്മുടെ മനസ്സിങ്ങനെ കൺട്രോൾഡിലായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ആവേശങ്ങൾ നമുക്ക് കുറയും. അത് കുറയുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുക? നമ്മൾ കുറേ ഇന്ദ്രിയ ആസക്തികളിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭൗതികതയിലേക്ക് കൂടുതൽ തലവെച്ച് കൊടുക്കേണ്ടി വരില്ല. ഭഗവത്ഗീതയിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യം വളർത്താനോ ഭൗതികമായിരിക്കുന്ന ഒരു ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാനോ ഒരു യോഗി ഒരിക്കലും തയ്യാറാവുന്നില്ല അല്ലേ. ആരോഗ്യം വളർത്താൻ വേണ്ടി ഒരു യോഗി ഒരിക്കലും അതിൻ്റെ പിന്നാലെ ഓടുന്നില്ല. ഭൗതികമായിരിക്കുന്ന ഒരു നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്നില്ല. ഭൗതിക ജീവിതത്തിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു വിരക്തി, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ശൂന്യതയിലേക്കും പോകരുത്. കാരണം ചില ആളുകൾ കാണാം ഭൗതികമായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഇല്ലാതെയാവുമ്പം, അതായത് ഇപ്പം വീട് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, ഇനി മതി, ഇനി എന്ത് ജീവിതം, ഇതൊന്നും വേണ്ട, ഇനി ഭഗവാനുമായി മുന്നോട്ട്. ഇതൊരു തരം വിരക്തിയല്ല, ഇതൊരു തരം ഒളിച്ചോട്ടമാണ്. മനസ്സിലായില്ലേ? ഇതൊരു ശൂന്യതയിലേക്കുള്ള യാത്രയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ശൂന്യതയിലേക്കല്ല യാത്ര ചെയ്യേണ്ടത്, നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഭഗവാനിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ആ യാത്രയ്ക്കിടയിൽ നമുക്ക് പലതും ജീവിതത്തിൽ സംഭവിക്കും. പലരും നഷ്ടപ്പെട്ടു പോവും, പലതും കിട്ടും, പലതും പ്രതീക്ഷിച്ച പോലെ നടക്കില്ല, പലതും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നടക്കും. ചിലപ്പോൾ വേദനകൾ ഉണ്ടാവാം, ചിലപ്പോൾ സന്തോഷങ്ങൾ ഉണ്ടാവാം, അപമാനങ്ങൾ ഉണ്ടാവാം, പലതും സംഭവിക്കും. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ പറ്റുക. അല്ലെങ്കിലുള്ള ഒളിച്ചോട്ടം എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വിചാരിച്ചത് നേടാൻ സാധിക്കാതെ വരുമ്പം കാഷായ വസ്ത്രവും ഇട്ട് താടിയും മുടിയും നീട്ടിക്കൊണ്ട് ഒരു രുദ്രാക്ഷവും ധരിച്ചുകൊണ്ട് ഒരുപാട് ഈ പറയുന്ന സന്യാസം സ്വീകരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ ക്ഷേത്രങ്ങളുടെ വരാന്തയിൽ പോയി കിടന്ന് ഒരു വിരക്തിയോട് കൂടി ഇരിക്കുന്നതിനെ ഒരിക്കലും ഭക്തി എന്ന് പറയില്ല. അതൊരു തരം ശൂന്യതയിലേക്കുള്ള യാത്രയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ശൂന്യതയിലേക്ക് പോകുന്ന എന്തുകൊണ്ടാണ്? വിചാരിച്ചത് നേടാൻ സാധിക്കാതെ വരുമ്പോൾ ഉള്ള ഒരു യാത്ര.
ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഭക്തി ഒരു വഴിയായി തിരഞ്ഞെടുക്കരുത്. അത് വളരെ തെറ്റാണ്. ഭക്തി എന്ന് പറയുന്നത് നമുക്കുള്ളിൽ നിന്ന് തോന്നുന്ന ഈശ്വരനോടുള്ള ഒരു അതീന്ദ്രമായിരിക്കുന്ന പ്രേമമാണ്. ആ പ്രേമം വളർത്തിയെടുക്കാൻ നമുക്ക് ഉപകാരപ്രദമായിരിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. ഇങ്ങനെ 3 കാര്യങ്ങളിലൂടെ നമുക്ക് ഈശ്വരനിലേക്ക് സാധിക്കും. ഈശ്വര സൃഷ്ടിയിൽ എവിടെയുമില്ല ഈ ശൂന്യത. ഭഗവാൻ സൃഷ്ടിച്ച ഒന്നിലും ശൂന്യതയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാതെ അവസ്ഥ വരുമ്പോൾ ശൂന്യതയിലേക്ക് പോകുന്നു. ഭഗവാൻ സൃഷ്ടിച്ച എല്ലാം പൂർണ്ണമാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഓരോ ഗുണങ്ങളുണ്ട്. പക്ഷെ ആ ഗുണങ്ങൾ നമ്മൾ കണ്ടെത്തണം. പക്ഷെ ആ ഗുണങ്ങൾ എന്താണെന്ന് കണ്ടെത്താതെ നമ്മൾ പോകുന്നത് മറ്റു പല കാര്യങ്ങൾക്ക് പിന്നാലെയാണ്. അങ്ങനെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് വെറും വേസ്റ്റായ ഒരു ജീവിതമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റിയാണ്. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ക്ലാസ് എടുക്കുന്ന പോലെ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള ഓരോരോ ഗുണങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? യോഗയെക്കുറിച്ച് കൂടുതലായിട്ട് എന്നോട് പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല. കാരണം അത്രത്തോളം അറിവ് യോഗയിൽ എനിക്കില്ല. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, എനിക്കറിയില്ല. ഞാൻ ഇവിടെ എനിക്ക് എന്ത് കിട്ടിയോ ആ പരിമിതമായിരിക്കുന്ന എനിക്ക് കിട്ടിയ അറിവ്, ഇവിടെയുള്ള അറിവ് പൂർണ്ണമാണ്. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ബുദ്ധി വെച്ചുകൊണ്ടുള്ള പരിമിതമായ അറിവ് കൊണ്ടുള്ള കാര്യങ്ങളെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പം എന്നാൽ ഈ യോഗയെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാൻ പറ്റുന്ന വ്യക്തികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ ഓരോരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആരെയും ശൂന്യമായിട്ട് ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല. അതാ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക. ക്ലിയർ? അല്ലാതെ ഞാനൊരു വേസ്റ്റാണ്, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്താഗതി മനസ്സിൽ നിന്നെടുത്ത് നമ്മൾ ആദ്യം കളയാണ് വേണ്ടത്. ഭൗതിക ജീവിതത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞ മനുഷ്യന് പരമോ വ്യോമത്തിലെ ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന പറയുന്നത്. ഭൗതിക ജീവിതത്തിൽ നിന്ന് നമുക്ക് എപ്പോഴാണോ പുറത്തു വരാൻ പറ്റുന്നത് അപ്പോൾ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം. ഭൗതിക ജീവിതത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഭാര്യയെ ഉപേക്ഷിക്കണം, ഭർത്താവിനെ ഉപേക്ഷിക്കണം, മക്കളെ ഉപേക്ഷിക്കണം, അച്ഛനമ്മമാരെ ഉപേക്ഷിക്കണം, ബന്ധുമിത്രാദികളെ ഉപേക്ഷിക്കണം, ജോലി ഉപേക്ഷിക്കണം. ഇതല്ല പറയുന്നത്. കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. ജോലി ചെയ്യാതെ നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരിക്കലും പറ്റില്ല. നമുക്ക് ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റൂ. പിന്നെ എങ്ങനെയാണ് ഭൗതിക ജീവിതത്തിൽ നിന്ന് പുറത്തു വരരുത് എന്ന് പറയുന്നത്? വെച്ചോ ഇളക്കണ്ട. ഭൗതിക ജീവിതത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ആസക്തികൾ ഉണ്ടാവും. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. ഒരു നല്ലൊരു ചെറിയൊരു വീട് വേണം, അച്ഛനെയും അമ്മേനെയും ഭാര്യയും ഭർത്താവിനെയും മക്കളെയൊക്കെ നോക്കണം, മക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, സഹോദരങ്ങളെ സംരക്ഷിക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്, അത്യാവശ്യങ്ങളാണ്. മനസ്സിലായില്ലേ? വളരെ വളരെ അത്യാവശ്യങ്ങളാണ്. ആന്ധ്രയിൽ ഭയങ്കര മഴയാണ്, തെലുങ്കാനയിൽ വളരെ അത്യാവശ്യങ്ങളാണ്. അപ്പം ഈ അത്യാവശ്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹങ്ങളിലേക്ക് നോക്കരുത്. മനസ്സിലായില്ലേ? ട്രെയിൻ ക്യാൻസലായോ? ഓ ശരി, ഭഗവാന്റെ കാരുണ്യം. നമ്മൾ പോയി വന്നല്ലേ. നമ്മൾ പോകുന്ന എന്താ പറയുക, സ്ഥിരം പോകുന്ന ട്രെയിനൊക്കെ ക്യാൻസലായിപ്പോയി മഴ കാരണം. എത്ര പെട്ടെന്ന് ഭഗവാൻ നമ്മളെ സുരക്ഷിതമായി ആന്ധ്രയിൽ നിന്ന് ഇവിടെ എത്തിച്ചു. ഭഗവാനെ കാണിച്ചു തന്നിട്ടല്ലേ. ഹരേ കൃഷ്ണ. തിരുപ്പതി ബാലാജിക്ക് ജയ്. അപ്പോൾ നമ്മൾ അത്യാവശ്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ ആഗ്രഹങ്ങളിലേക്ക് നോക്കരുത്. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക, അത്യാവശ്യങ്ങളല്ല. ഓക്കെ, ആഗ്രഹം എന്ന് പറയുന്നത് സ്വപ്നങ്ങളാണ്. നടക്കാത്ത സ്വപ്നങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഒരിക്കലും പോകരുത്. അത് ചിലപ്പം വിവാഹമാവാം, ചിലപ്പം മറ്റെന്തെങ്കിലും ആവാം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ഭഗവാൻ കൊണ്ടുവന്ന് തരുമെന്ന് നിശ്ചയിച്ച കാര്യങ്ങൾ എന്ത് തന്നെയായാലും അത് എത്ര കുറഞ്ഞതായാലും നമ്മളത് സ്വീകരിക്കുക. അത് ഇത്ര തന്നെ കിട്ടണം എന്നുള്ള ഒരു ദുർവാശി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുത്. കിട്ടേണ്ടത് നമുക്ക് കിട്ടും, ഈശ്വരൻ തരും. അത് ചിലപ്പം സമയമെടുക്കുമായിരിക്കും, അതിനുവേണ്ടി കാത്തിരിക്കുക. അത് ഈശ്വരനെ പഴിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിക്കാനോ ഒന്നിനും നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എപ്പോഴാണോ ആസക്തികളില്ലാത്ത ഒരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, ഇപ്പോൾ ഒരുപാട് കാലം ജോലി ചെയ്തു, നമുക്കൊരു സ്വന്തം വീടില്ല, അപ്പോൾ നമ്മൾ അതിലൊരിക്കലും സങ്കടപ്പെടരുത്. ഈശ്വരൻ നമുക്ക് അങ്ങനെ ഒരു വീട് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പോൾ അത് തരും. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി റിസ്കുകൾ എടുക്കണ്ട. റിസ്കുകൾ എടുത്തിട്ടൊരു വീട് പണിതിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ നമുക്ക് സ്വൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനു പറ്റി? ഒരു കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? കുറഞ്ഞു മോൻ ഡിസ്ചാർജ് ആയി, ഒരു കാര്യമില്ല. അപ്പം നമ്മൾ റിസ്കുകൾ എടുത്തുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ചിലപ്പം ചില ജീവിതങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയെന്ന് പറ്റില്ല.
ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കും നമ്മളെ തേടി ആ ജീവിതം എത്തുന്നത്. അപ്പോഴേക്കും ചിലപ്പം ജീവിതത്തിലെ നല്ല സമയങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇനി ചില സമയത്ത് ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ ഒരുപാട് കൊതിക്കും അല്ലേ? അയ്യോ, കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷങ്ങളായി, എനിക്കൊരു കുഞ്ഞുണ്ടായില്ല എന്ന് കൊതിച്ചിരിക്കെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഒരു കുഞ്ഞുണ്ടാവുന്നത്. അപ്പം എല്ലാത്തിനും ജീവിതത്തിൽ ഒരു സമയമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഞാനിപ്പോൾ അങ്ങനെ മനസ്സിലാക്കി പോകുന്ന ഒരാളാണ്. കാരണം എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച പലതും ചില സമയത്ത് ആഗ്രഹിച്ച സമയത്ത് നമ്മൾ അതിനുവേണ്ടി എത്ര പോരാടിയാലും നമുക്ക് ലഭിക്കില്ല. പക്ഷേ എല്ലാം ശാന്തമാവുന്ന സമയത്ത് അത് നമുക്ക് ലഭിക്കും. പക്ഷെ ആ സമയമായിരിക്കും ഏറ്റവും സുരക്ഷിതമായ സമയം, ഏറ്റവും സമാധാനമുള്ള സമയം. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചും കൂടെ നമ്മുടെ ജീവിതത്തിൽ പക്വത വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആഗ്രഹിക്കുമ്പം ലഭിക്കുന്നതും ആഗ്രഹിക്കുമ്പം കിട്ടണം എന്നുള്ളതും മാത്രമല്ല ഈശ്വരൻ. ഓക്കെ, ചില കാര്യങ്ങൾ കുറച്ച് വൈകി വരുന്നതായാലും നേരത്തെ വരുന്നതായാലും ഈശ്വരൻ തരണം എന്ന് വിചാരിക്കുന്ന സമയത്ത് തരും. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കാം. അങ്ങനെ നമ്മളൊരു മനസ്സ് ഒരു അച്ചടക്കത്തോടു കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഈശ്വരൻ്റെ അടുത്തേക്ക് പോകാം. അത് ഏറ്റവും നല്ല വഴിയായിരിക്കും. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരിക്കലും ധൃതി പിടിച്ച് എനിക്ക് അങ്ങനെ എത്തണം, എനിക്ക് ഇപ്പോൾ എത്തണം, എനിക്ക് അതുപോലെ പോകണം എന്ന് നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തരേണ്ട സമയത്ത് ഈശ്വരൻ തരേണ്ട കാര്യങ്ങൾ തന്നിരിക്കും. ഒരു സംശയമില്ല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ചില ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ ഒരുപാട് ആഗ്രഹിച്ചായിരിക്കും ആ ജോലിക്ക് വേണ്ടി എക്സാം എഴുതുന്നത്. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. അതിനേക്കാൾ ബെറ്ററായത് ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് രാവിലെ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ വിഷമിച്ചത്, ആ കാര്യത്തിൻ്റെ ഡബിൾ നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ് ജീവിതത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഇരട്ടി കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈശ്വരൻ അങ്ങനെയാണ്. നമ്മളപ്പോൾ ക്ഷമയോടുകൂടി സമചിത്തതയോടുകൂടി ഇരിക്കുക. ധൃതിപ്പെടേണ്ട, ഒട്ടും ധൃതിപ്പെടേണ്ട. ധൃതിപ്പെട്ടത് കൊണ്ട് നമുക്ക് ഈ ജീവിതത്തിൽ ഒന്നും നേടാനില്ല. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കും. എല്ലാ നദിയും അവസാനം ഒഴുകിയെത്തുന്നത് കടലിലേക്കാണ്, അല്ലേ? മഹാസമുദ്രത്തിലേക്കാണ്. തീർച്ചയായിട്ടും ജ്യോതി മാതാജി എത്ര നാളായി ജോലി നോക്കുന്നു, പക്ഷെ ഒരിക്കൽ പോലും ഈശ്വരനെ അവർ കൈവിട്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്യാറുണ്ട്. ലില്ലി മാതാജി അല്ലേ, ദിവ്യ, ഒരുപാട് പല കാര്യങ്ങളിലും പാവം സഫർ ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റാത്ത കാര്യങ്ങളിൽ അത് സഫർ ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിക്കൂട്ടിയ, കുടുംബത്തിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ അത്ര എനിക്ക് തോന്നുന്നില്ല മഞ്ജരീസിൽ ആരും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ വരേക്ക് എത്തിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ അമറിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ അങ്ങനെ വെറുതെ പറയുന്നത്, അമറിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. പക്ഷേ ആ കുട്ടിക്കൊരു കല്യാണം നടക്കണം. സീരിയസ്ലി, അവൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. അമ്മ ഒരു വയ്യാത്ത അമ്മയാണ്, പെങ്ങളുള്ളത് കെട്ടിച്ചു കൊടുത്തു. ഈ കുട്ടി പുറത്ത് പോയി 5-10 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്ന് വീട് മുഴുവൻ വൃത്തിയാക്കി അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അമ്മയെ ചികിത്സിച്ച് വീണ്ടും ജോലിക്ക് പോയി സമ്പാദ്യം കൊണ്ടുവന്ന് വീണ്ടും കാര്യങ്ങൾ നടത്തി. അങ്ങനെയും ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കാര്യവും ഞാൻ ആലോചിക്കും. എന്നാലും അവൻ അതേക്കുറിച്ചൊന്നും ഒരു കോൺസെൻട്രേഷൻ, അതൊന്നും കുഴപ്പമില്ല മാതാജി, നടക്കുമ്പോൾ നടക്കട്ടെ, അതൊന്നും വിഷയമില്ലേ ചേച്ചി, അങ്ങനെ ചിന്തിക്കും. രമണൻ പ്രഭു, അതിൻ്റെ ഇളയ മോൻ്റെ കണ്ണിന് ഒരു കല്ല് സ്കൂളിൽ നിന്ന് കൊണ്ടിട്ട് ആ കുട്ടിയുടെ ആ കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായി പോയി. 4 തലയും മുട്ടിക്കാൻ ആ മനുഷ്യനോട് നോട്ടം, അതും എൻ്റെ ഉള്ളിലുണ്ട്. അനിൽ പ്രഭു, ഒരു രക്ഷയില്ല. ചില സമയത്ത് എനിക്ക് മെസ്സേജ് ഇടും, രാജു ചേട്ടൻ ഇന്നിപ്പോൾ എന്നെ കാണാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പാവം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ എത്ര പേര്, ബേബി മാതാജി, എത്ര പേര്, എടുത്തു പറയത്തക്ക എത്ര പേര് സഫർ ചെയ്യുന്നു എന്നറിയോ മഞ്ജരീസിൽ. ത്രിവേണി അമ്മ, ഒയ്യോ, രക്ഷയില്ല. അപ്പം എന്നിട്ടും ഇവരെല്ലാവരും ഞാൻ നോക്കുമ്പോഴേ, കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തല വിങ്ങും ഇവരുടെ ഓരോ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ. എന്നാലും ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ഇങ്ങനെ ഒരു ലിസ്റ്റ് ആൾക്കാരെ ഞാൻ ആലോചിക്കും. തിരുപ്പതി ബാലാജിയുടെ മുമ്പിലെത്തിയാലും ഞാൻ എൻ്റെ മോൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ ഒന്നും പറയാൻ എനിക്ക് നേരം കിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തിടുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അവനെ ഞാൻ കേട്ടതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ഓർമ്മകളിൽ ഇല്ലാത്തത് അങ്ങ് കേൾക്കുന്നുണ്ട്. കൈവിടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുക. ഈ ഭൗതികതയിൽ ഈ പ്രശ്നങ്ങളിൽ ഞങ്ങളെ പിടിച്ച് നിർത്തണേ ബാലാജി, അങ്ങ് കൈവിടല്ലേന്ന് ഇവിടുന്ന് അവിടെ എത്തും വരെ പ്രാർത്ഥിക്കും. അതേ പറ്റൂ നമുക്ക്.
എക്സാക്ട്ലി ശ്രീകണ്ഠൻ പ്രഭു. ഒരു മകൻ മരിച്ചു പോയിട്ടും, അങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമില്ല, ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ടും അടുത്ത മകനെയും ഭാര്യയും ചേർത്ത് പിടിച്ച് സ്വന്തം വേദന ഹൃദയത്തിൽ അടക്കിക്കൊണ്ട് ഈശ്വരനാമം ജപിക്കുന്ന ഒരു വ്യക്തി. ഒരിക്കലും മക്കളെ നഷ്ടപ്പെട്ടാൽ നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരൂല അല്ലേ? അപ്പം അത്ര എനിക്ക് ഇവരൊക്കെ മാതൃകയാണ്. ഞാൻ ഇവരെയൊക്കെ ഭയങ്കര മാതൃകയാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അല്ല ഇത്രയും പേര് എനിക്ക് ചുറ്റും സസ്റ്റെയിൻ ചെയ്തിട്ടും ഭഗവാനെ കൈവിടുന്നില്ല, ഞാനും അങ്ങനെ ആവാൻ പാടില്ല എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിതത്തിൽ ഭഗവാൻ കൊണ്ടുവരുന്ന നന്മയുടെ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റിംഗ് ആണ് നമ്മളെ എവിടെ എത്തുന്നത്? ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിക്കുന്നത്. സത്യം, ഒന്നല്ലെങ്കിൽ ഒന്നില്ലാത്ത മനുഷ്യരില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആധ്യാത്മിക ലോകത്തിലേക്ക് നമുക്ക് ഈശ്വരൻ്റെ ലോകത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ക്ഷമയോടുകൂടി മുന്നേറുമ്പോൾ. ധൃതി പിടിച്ച് മുന്നേറിയിട്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ അഭിമന്യു പ്രഭു അല്ലേ, നമുക്കൊരു പാഠം തന്നെയാണ് മഞ്ജരീസിലൂടെ, വലിയൊരു പാഠം. ഞാനൊന്നും ഉണ്ടായിട്ട് പറയല്ല. ഒരു ഫിക്സ് വന്നിട്ട് വയ്യാണ്ടായ 28 വയസ്സുള്ള അത്യാവശ്യം കുറച്ച് വണ്ണമുള്ളൊരു പെങ്ങളെ നോക്കാൻ വേണ്ടി വിവാഹം ഉപേക്ഷിച്ച് ജോലിക്ക് പോയി തിരിച്ചു വന്ന് ഭക്ഷണം ഉണ്ടാക്കി പെങ്ങൾക്കും കൊടുത്ത് പെങ്ങളുടെ മുടി വരെ ചീകി കെട്ടിക്കൊടുത്ത് പെങ്ങളെ ഉള്ളം കയ്യിൽ വെച്ച് നോക്കുന്ന ഒരു സഹോദരനുണ്ട് നമ്മുടെ മഞ്ജരീസിൽ, അഭിമന്യു. ഞാൻ അറിഞ്ഞിട്ടില്ല ആ കാര്യം. അദ്ദേഹത്തിൻ്റെ സഹോദരിയെയും കൂട്ടിക്കൊണ്ടാണ് മഞ്ജരീസിൽ യാത്രയിൽ വന്നത്. ഉള്ളം കയ്യിലാണ് ആ പെങ്ങളെ നോക്കുന്നത്. അനുവായിട്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസായി. അനുവിനോട് ഞാൻ ഏറെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആര് ഭക്ഷണം ഉണ്ടാക്കും? അത് ചേട്ടനുണ്ടാക്കും. മോക്കറിയില്ലേ? എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ മാതാജി. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു പെൺകുട്ടി. ചിന്തിച്ച് നോക്കിക്കേ. ഞാനിതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. മോളുടെ ഡ്രസ്സൊക്കെ ആര് കഴുകിത്തരും? ചേട്ടൻ കഴുകിത്തരും. മോളുടെ തലമുടി ആര് ചീകിത്തരും? ചേട്ടൻ ചീകിത്തരും. എന്താ ഞാനിതിനൊക്കെ പറയാം? എന്നിട്ടും വന്നിരിക്കുന്നു ബാലാജിയെ കാണാൻ. വേറെ ആരെങ്കിലും ആണെങ്കിലും മതി ഈ ജീവിതം എന്ന് ചിന്തിക്കും അല്ലേ? മതി ഈ ജീവിതം, എന്തിനീ ജീവിതം? അച്ഛനും പോയി അമ്മയും പോയി, പെങ്ങൾ മാത്രമേ, അത് വയ്യാത്തൊരു പെങ്ങളും. എന്ത് ജീവിതം എൻ്റേത് എന്ന് ചിന്തിച്ചു പോകും. അവിടെ ആ പെങ്ങളെയും കൈപിടിച്ചുകൊണ്ട് ബാലാജിയെ കാണാൻ വന്നിരിക്കുന്നു. ഓരോരോ ക്ഷേത്രങ്ങളിലും കയറി പെങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനാണ് ഞാൻ മഞ്ജരീസിലൂടെ കാണുകയാണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല ഇതൊന്നും. എന്തെല്ലാം ഞാൻ കണ്ടു എന്നറിയാം. ഇതൊക്കെ കാണുമ്പോൾ ഈശ്വരനോട് ഇവർക്കൊക്കെയുള്ള ഒരു ആത്മബന്ധം, ഇവരൊക്കെ അല്ലേ യഥാർത്ഥ ഭക്തർ? ഒരു നിസ്സാര കാര്യം ജീവിതത്തിൽ വരുമ്പോഴേക്കും എനിക്കിനി കൃഷ്ണനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരാണോ ഭക്തർ എന്ന് പറയുന്നത്? ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരെന്ന് പറയുന്നത് അല്ല. അനുഭവങ്ങളുടെ കഷ്ടതകളുടെയും ഒക്കെ തോരാ മഴയത്ത് നിൽക്കുമ്പോഴും ഈശ്വര, കൃഷ്ണ, ഗുരുവായൂരപ്പ എന്ന നാമം നാവിൽ ഉണരുന്നുണ്ടെങ്കിൽ അതാണ് ഭക്തർ. ഞാൻ മനസ്സിലാക്കുന്ന ഭക്തർ അതാണ് യഥാർത്ഥ ഭക്തർ. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് മുമ്പിലും തിരിച്ചടികൾക്ക് മുമ്പിലും കൃഷ്ണനാമം കൈവിടാത്തവരാണ് യഥാർത്ഥ ഭക്തർ. അവർക്കൊന്നും വേണ്ട, ജപമാല വേണ്ട, ക്ലിക്കർ വേണ്ട, ഗോപീചന്ദനം വേണ്ട, ഒന്നും വേണ്ട. അവരുടെ ആ ഒരു നന്മയുള്ള ഹൃദയം മതി. എത്രയോ ജന്മങ്ങൾ കൊണ്ടാണ് അവർ ആ ഒരു സ്ഥായിയായ ഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നത്, അറിയാമോ? അപ്പോൾ അല്ലാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എല്ലാം ചെയ്തിട്ടും അഹങ്കാരത്തിൻ്റെ ഭാവത്തിൽ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെയൊന്നും ഭക്തിയിലേക്ക് കൂട്ടാൻ പറ്റൂല. ഞാൻ കൂട്ടുകയില്ല കേട്ടോ, അംഗീകരിക്കുകയില്ല. ജപമാലയും എല്ലാം ധരിച്ചിട്ടും ധിക്കാരഭാവത്തിൽ സംസാരിക്കുന്ന എത്രയോ പേരുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും വലിയ റെസ്പെക്റ്റ് ഒന്നുമില്ല. ഞാൻ ആ ഭാഗം തിരികെയില്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾക്ക് മുമ്പിലും ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നവനുണ്ടോ അവനാണ് ഭക്തൻ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഭക്തി അതാണ്. മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കാലവും ജപിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം ഭഗവാനെ കളഞ്ഞു പോകാൻ അങ്ങനെ പോകുന്ന മനസ്സുള്ള വ്യക്തികളാണ്. അവർക്കൊരിക്കലും ആധ്യാത്മിക ലോകം, അനുഗ്രഹിക്കപ്പെട്ട ആ ആധ്യാത്മിക ലോകത്തിലേക്ക് അവർക്ക് കടന്നു വരാൻ കഴിയില്ല. ഭക്തി ഒരിക്കലും ഒരു പ്രഹസനവുമല്ല. മനസ്സിലാവുണ്ടോ? ഒരിക്കലും ഭക്തി ഒരു പ്രഹസനമല്ല. ഭക്തി എന്ന് പറയുന്നത് ഈശ്വരനോട് ഹൃദയത്തിൽ തോന്നുന്ന പരമമായിരിക്കുന്ന ഒടുങ്ങാത്ത അവസാനമില്ലാത്ത ഒരു പ്രണയമാണ്. ആ പ്രണയം സൂക്ഷിച്ചവരെല്ലാവരും തന്നെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്ക് മുമ്പിൽ തളർന്നു പോവില്ല, അത് ഉറപ്പാ. പിന്നെന്താ പറയുന്നത്? സൂര്യചന്ദ്രന്മാരുടെയോ വൈദ്യുതിയുടെയോ ആവശ്യമില്ലാതെയാണ് ഭഗവത് ധാമം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലേ? സൂര്യനോ ചന്ദ്രനോ ഇല്ല ഭഗവാന്റെ ലോകത്ത്, എന്നിട്ടും ഭഗവാന്റെ ലോകം വളരെയധികം പ്രകാശമയമാണ്. അതെന്തുകൊണ്ടാണ്? ഭഗവാൻ തന്നെ
കംപ്ലീറ്റ് ആയതുകൊണ്ട്. ഭഗവാനിൽ നിന്ന് വന്നതാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ. അപ്പം ഉപ്പിലിട്ടതും ഉപ്പും ഉപ്പിലിട്ടതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പം അതേപോലെ ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്, അങ്ങനെയല്ലൊരു ചൊല്ല്. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്. അപ്പം ഭഗവാനോടും ഓളം വരില്ല മറ്റൊന്നും. അപ്പം ഭഗവാനെ പോലെ അല്ല സൂര്യനും ചന്ദ്രനും ഒന്നും, അത് മനസ്സിലാക്കണം. ഭഗവാൻ വേറെ, ഭഗവാന്റെ സൃഷ്ടികൾ വേറെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭൗതിക അന്തരീക്ഷത്തിൽ, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ സൂര്യനെ പോലെ എന്താ പറയുക, ആത്മീയ അന്തരീക്ഷത്തിൽ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശമുള്ളവയാണ്. നമ്മുടെ ഭൗതിക അന്തരീക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ചില ഗ്രഹങ്ങളൊന്നും അത്രയ്ക്ക് നമുക്ക് വേണ്ടത്ര പ്രകാശം തരുന്നില്ല. ഏറ്റവും കൂടുതൽ തരുന്നത് എന്താണ്? സൂര്യനാണ്. അത് കഴിയുമ്പോൾ ചന്ദ്രൻ, പിന്നെ കുറച്ച് നക്ഷത്രങ്ങളൊക്കെ റിഫ്ലക്ഷൻസിലൂടെ ഒക്കെ കിട്ടിയെന്ന് വരാം. അത്രത്തോളം നമുക്ക് ഉപകാരപ്രദമല്ല ആ ഒരു പ്രകാശമൊന്നും. സൂര്യൻ തന്നെയാണ് ഏറ്റവും നമുക്ക് കൂടുതൽ വെളിച്ചം തരുന്നത്, പിന്നെ നിലാവെളിച്ചം അല്ലെ. അപ്പം ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് ആധ്യാത്മിക ലോകത്ത്. ഭഗവാന്റെ ലോകത്ത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഗ്രഹങ്ങളും എന്താണ്? പ്രകാശിക്കുന്നതാണ്. എല്ലാ ഗ്രഹങ്ങളും പ്രകാശമയമാണ്. അപ്പം ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ ലോകത്ത് എല്ലാം കംപ്ലീറ്റ് ആണ്, ഒന്നും കംപ്ലീറ്റ് അല്ലാതെ ഇല്ല എന്നാണ് പറയുന്നത്. അതിന് ഇവിടെ കൃത്യമായിട്ട് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഇത് തന്നെയുണ്ട്. വിഷയാ വിനിർവർത്തേ നരാസിമ ദേഹിന രസവർജം രസോപസ്യ പരം ദൃഷ്ട നിവർത്തതേ എന്ന് തന്നെ പറയുന്നുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്യണേ.
അപ്പോൾ യഥാർത്ഥത്തിൽ കൃഷ്ണാവബോധം ലഭിച്ച ഒരാൾക്ക് മാത്രമേ ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ ആ അധ്യായത്തിലൂടെ പഠിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം പറഞ്ഞിട്ടുണ്ട്, മത് ചിന്ത മത്പര മത് സ്ഥാനം. കൃഷ്ണനെ മനസ്സിലാക്കിയ ഒരു തികഞ്ഞ യോഗിക്ക് യഥാർത്ഥ ശാന്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിരിക്കുന്ന സമാധാനവും ശാന്തിയും ലഭിക്കില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഭഗവത് ധാമത്തിലേക്ക് അതായത് ഗോലോക വൃന്ദാവനം എന്നറിയപ്പെടുന്ന കൃഷ്ണലോകത്തിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തികഞ്ഞ ക്ഷമ തന്നെ പാലിക്കണം ജീവിതത്തിൽ. അതർവൈസ് നമുക്ക് ഒരിക്കലും ഗോലോകമാകുന്ന ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഗോലോക ഏവാ നിവസത്യാഖിൽ ആത്മഭൂത എന്ന് ബ്രഹ്മസംഹിതയിൽ തീർത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഗോലോക ഏവാ നിവസത്യാഖിലാത്മഭൂത. അതായത് സ്ഥിരമായി ഗോലോകം എന്ന് പറയുന്ന ഭഗവാന്റെ ധാമത്തിൽ സർവ്വവ്യാപിയായിരിക്കുന്ന ബ്രഹ്മമായിട്ടും ഹൃദയസ്ഥാനമായിരിക്കുന്ന പരമാത്മാവായിട്ടും സർവ്വവ്യാപിയായിരിക്കുന്ന കൃഷ്ണനോടുകൂടി നമ്മൾ ജീവിക്കണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണനെ ആദ്യം തന്നെ നമ്മൾ ഹൃദയത്തിൽ സ്ഥാപിക്കണം. കൃഷ്ണനോടുള്ള ആ ഒരു പരമമായിരിക്കുന്ന പ്രേമം നമ്മൾക്കുള്ളിൽ ഇല്ല എങ്കിൽ ഭൗതികമായിരിക്കുന്ന ആസക്തികളോടുകൂടിയുള്ള ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിൽ നമുക്കൊരിക്കലും ഒന്നും ലഭിക്കില്ല. അതായത് കൃഷ്ണൻ നമുക്ക് തരേണ്ട സമയത്ത് കൃത്യമായിട്ട് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നോ അത് തരും. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കില്ല നമുക്ക് പലതും കിട്ടുന്നത്, പക്ഷേ സമയമാകുമ്പോൾ കൃഷ്ണൻ അത് തരും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വാസുദേവൻ എന്നൊരു പേര് തന്നിരിക്കുന്നത്. അച്യുതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ, വാസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സമയം തെറ്റാതെ വരുന്നവൻ. മനസ്സിലാവുന്നില്ല? അപ്പം തരേണ്ടത് കൃത്യമായി കൃഷ്ണൻ എന്ത് തരും? നമുക്ക് തരേണ്ടത് തന്നിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃഷ്ണനെയും അവിടുത്തെ പൂർണ്ണ വിസ്തരണമായിരിക്കുന്ന വിഷ്ണുവിനെയും ശരിക്കും മനസ്സിലാക്കാത്ത ആർക്കും തന്നെ ആത്മീയ അന്തരീക്ഷത്തിൽ അതായത് വൈകുണ്ഠത്തിൽ ഗോലോകം എന്ന് പറയുന്ന ശാശ്വതമായിരിക്കുന്ന ഭഗവത് ധാമത്തിലേക്ക് കയറാൻ സാധിക്കില്ല. കൃഷ്ണനെയും മനസ്സിലാക്കണം, കൃഷ്ണന്റെ പൂർണ്ണ വിസ്തരണമായിരിക്കുന്ന ആരെ മനസ്സിലാക്കണം? വിഷ്ണുവിനെയും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ വിഷ്ണു ഭക്തയാണ്, ഞാൻ കൃഷ്ണ ഭക്തയാണ്, ഞാൻ ബ്രഹ്മഭക്തയാണ്, അല്ലെങ്കിൽ ഞാൻ ശിവഭക്തയാണ് എന്നുള്ളൊരു ഡിഫറൻസ് നമുക്ക് വേണ്ട. ഭഗവാൻ തന്നെയാണ് സർവവും. അല്ലെ പിന്നെ വിരാട് രൂപം ഉണ്ടാവില്ലല്ലോ. ചിലർ പറയുന്നേക്കാം, അയ്യോ എനിക്ക് ഒട്ടും കൃഷ്ണനോട് അടുക്കാൻ പറ്റുന്നില്ല, സാധിക്കില്ല, ഞാൻ അയ്യപ്പൻ്റെ ഭക്തയാണ്, അല്ലെ ഞാൻ മഹാദേവന്റെ ഭക്തയാണ്. ആയിക്കോളൂ, പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതൊക്കെ വഴിക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞാലും നമ്മൾ ചെന്നെത്തുന്നത് കൃഷ്ണനിലേക്ക് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ കൃഷ്ണനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമാണ് എന്തുള്ളത്? അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ലോകം ലഭിക്കുന്നത്. അതർവൈസ് നമ്മളിങ്ങനെ ഈ ഒരു ഭൂമണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ പോകേണ്ടി വരും. പിന്നെന്താ പറയാ, അയാളുടെ മനസ്സ് എപ്പോഴും, അതിനാൽ കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ് ആര്? തികഞ്ഞ യോഗി എന്ന് പറയുന്നത്. കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു യോഗിയാണ്, അല്ലാത്ത ഒരാളേ അല്ല. ഒരു യോഗിക്ക് മാത്രമാണ് കൃഷ്ണാവബോധത്തിൽ എന്താ പറയാ ഏർപ്പെടാൻ സാധിക്കുന്നത്. ഒരു കൃഷ്ണാവബോധത്തിൽ ഏർപ്പെട്ട വ്യക്തി മാത്രമാണ് ആര്? ഒരു യോഗി എന്ന് പറയുന്നത്. രാജേട്ടാ വരൂ കേട്ടോ, ഞാനിവിടെ ഉണ്ട്, എത്തുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. മഞ്ജരീസിനെ ഫോണിലേക്ക് വിളിച്ചോളൂ. അപ്പോൾ വാസുദേവൻ എന്നായിരുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു യോഗി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥലത്ത് മിണ്ടാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. കൃഷ്ണനെ ഉള്ളിൽ സ്ഥാപിച്ച് കൃഷ്ണാവബോധത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു യോഗി. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാവ്യ വസ്ത്രം എടുത്തിട്ടോ, രാജേട്ടനും കൂടി ഉണ്ണാനുണ്ടാവുമെന്ന് പറയൂട്ടോ ബിന്ദുമ്മയുടെ. ഒരിക്കലും നമ്മളൊരു കാവ്യ വസ്ത്രം എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറച്ച് രുദ്രാക്ഷമാലകൾ അണിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും എന്താവില്ല, ഒരിക്കലും എന്താവില്ല, നമ്മൾ ഒരിക്കലും ഒരു യോഗിയാവില്ല. പുറമേയുള്ള പ്രഹസനമാവരുത്. ഒരു യോഗ ആചാര്യനായാലും ശരി, യോഗിയായാലും ശരി, ഒരു സന്യാസി വര്യനായാലും ശരി, ഒരു ഭക്തനായാലും ശരി, ഒന്നും പുറമേയുള്ള ഒരു പ്രഹസനമാവരുത്. പുറമേ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടക്കൂ. കളിയും ചിരിയും തമാശയും എന്താ പറയുക കൊട്ടും പാട്ടും ഈ 2024 പോലെ തന്നെ നിങ്ങൾ നടക്കൂ, ഒന്നും വിരോധമില്ല. പക്ഷെ ഉള്ള് കൃത്യമായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ഉള്ള് ക്ലീൻ ആണെങ്കിൽ പുറമെ കാണിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ഡിസിപ്ലിൻസ് ഉണ്ടാവും, ആസക്തികൾ ഉണ്ടാവില്ല, വയലൻസ് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഉള്ള് ക്ലീൻ ആണെങ്കിൽ പിന്നെ എല്ലാം പെർഫെക്റ്റ് ആണ്. അല്ലാതെ പുറമേ മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഉള്ള് ക്ലീൻ അല്ല എങ്കിൽ അതൊരു വലിയ ഒരു സീറോ ആണ്, പുനർജന്മത്തിന് കാരണമായി തീരും. അപ്പോൾ
ഇങ്ങനെ ഭഗവാന്റെ ആ ഒരു പ്രണയബന്ധത്തിൽ, ഭഗവാനുമായുള്ള ആ ഒരു പ്രണയബന്ധത്തിൽ, കൃഷ്ണാവബോധത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. എപ്പം നോക്കിയാലും അദ്ദേഹം എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണന് വേണ്ടി ചെയ്യും. മനസ്സിലാവുന്നത്? എപ്പോൾ എന്ത് ചെയ്താലും അത് കൃഷ്ണന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. എങ്ങനെയാണ് എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണന് വേണ്ടി ചെയ്യുന്നത്? ഇപ്പോൾ ഒന്ന് കുക്ക് ചെയ്യുകയാണ്. കുക്ക് ചെയ്യുന്ന സമയത്ത് കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, മഹാദേവ, നമ്മൾ അങ്ങനെ വിളിക്കാറ് കേട്ടോ. അങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സർവം കൃഷ്ണാർപ്പണമസ്തു. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് തന്നെ ആയാലും അത് ഭഗവാനും കൂടി സമർപ്പിക്കുന്നു, അദ്ദേഹത്തിന് സമർപ്പിച്ചതാണ് എനിക്ക് വേണ്ടത്. ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ ചെയ്യുന്നു, അതിൽ നിന്നൊരു പങ്ക് ഭഗവാന് സമർപ്പിക്കുന്നു, ഭഗവത് കാര്യങ്ങൾക്ക് സമർപ്പിക്കുന്നു. 100 കെട്ടിക്കഴിഞ്ഞാൽ അയ്യോ എനിക്ക് 200ൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, 100 കൊണ്ട് മതിയാവില്ല, ഇനിയിപ്പോൾ പിന്നെ കൊടുക്കാം. അതൊരു തെറ്റായ ചിന്താഗതിയാണ്. ഒന്ന് കൊടുക്കൂ, കൂടുതലൊന്നും ഭഗവാൻ പറയുന്നില്ല, ഒന്ന് കൊടുക്കൂ. അത് ഒരു സമർപ്പണ മനോഭാവമാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇനി ബാക്കി കൊടുക്കുക എന്നുള്ളത് ചോദിക്കാൻ ഭഗവാന് നമ്മുടെ ഒന്നും ആവശ്യമില്ലല്ലോ, ഒരു കാര്യവും ആവശ്യമില്ല. ഇനി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നമ്മുടെ പുഞ്ചിരി കൊടുക്കൂ ഭഗവാന്, നമ്മുടെ ഹൃദയം കൊടുക്കൂ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊടുക്കൂ, നമ്മുടെ ചിന്തകൾ കൊടുക്കൂ, വാക്കുകൾ കൊടുക്കൂ, പ്രവൃത്തി കൊടുക്കൂ, എല്ലാം ഭഗവാന് കൊടുക്കൂ. സർവം കൃഷ്ണാർപ്പണ വസ്തു നമ്മൾ വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സർവവും കൃഷ്ണന് സമർപ്പിക്കുന്ന പോലെ ആയിരിക്കണം. കൃഷ്ണൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. അതിനെന്താ പറയുന്നത്? സവൈമന കൃഷ്ണ പധാരവിന്ദയോ എന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സവൈമന കൃഷ്ണ പാധാരവിന്ദയോ. വേദങ്ങളും എല്ലാം ഇതിന് അനുകൂലിച്ചുകൊണ്ടാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് ശ്വേതാശ്വതരോപനിഷത്ത് പറയുന്നുണ്ട്, തമേവാ വിദാത്മിത വിദിതാത്വതി മൃത്യുമേധി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? തമേവ വിദിത്വാധി മൃത്യുമേധി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണനെ അറിയുന്നത് കൊണ്ട് മാത്രമേ, അതായത് ഭഗവാനെ അറിഞ്ഞാൽ മാത്രമാണ് ജനന മരണങ്ങളുടെ മാർഗത്തെ പിന്നിട്ട് പോകാൻ കഴിയൂ. നമ്മളൊക്കെ കാലങ്ങളായി ജനിച്ചുകൊണ്ടിരിക്കുന്നു, മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു അവസാനം നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെ ജനിച്ച് മരിച്ച് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇതിനൊരു അവസാനം വേണം, അല്ലേ? നമ്മൾ വിചാരിക്കും അയ്യോ ഈ ലോകത്തുനിന്ന് പോവേ, നടക്കാത്ത കാര്യമാണ്, ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കി വെച്ച സ്ഥലങ്ങൾ, പണം, പ്രശസ്തി, എൻ്റെ നേട്ടം, ഇതൊക്കെ കോടാനുകോടി സമ്പാദിച്ച ആൾക്കാരെല്ലാം ഈ ലോകത്തുനിന്ന് പുല്ലുപോലെ പോയിട്ടുണ്ട്, അല്ലേ? ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ കോടികൾക്ക് മേലെ കിടന്നുറങ്ങിയവനും ഒരു നേരത്തെ വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ഓക്സിജൻ്റെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിച്ചു പോയ നിമിഷങ്ങളൊക്കെ നമ്മളെ ചിന്തകളിലേക്കൊന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒന്നിനും ആധാരമല്ല, എല്ലാത്തിനും മുകളിലാണ് കൃഷ്ണപ്രേമം. കൃഷ്ണപ്രേമമുണ്ടോ, കൃഷ്ണൻ ഹൃദയത്തിലുണ്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ജനന മരണ ആ ഒരു വലയത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ജനിക്കാൻ മരിക്കുക, അതിൻ്റെ ഇടയിൽ കിടന്ന് അനുഭവിക്കുക. എന്തിനാ ഇതിങ്ങനെ ഒരു ജീവിതം? അതിൻ്റെ ആവശ്യം നമുക്കില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുക. ചൂരൽമല അതിന് ഏറ്റവും വലിയ എക്സാക്ട്ലി ശ്രീകണ്ഠൻ പ്രഭു, ചൂരൽമല വലിയ ഒരു കാര്യമാണ്. പിടിച്ച് കൈ നീട്ടി എന്താ പറയുക, എൻ്റെത് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചതെല്ലാം കണ്ണടച്ച് തുറന്നിട്ടില്ല. രാത്രി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നാളത്തേക്കുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ അടിച്ച് വെച്ച് കിടന്നുറങ്ങിയ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പിറ്റേന്ന് രാവിലെ ആരുമില്ല, നാടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് മുമ്പിലുള്ള ഒരു എക്സാമ്പിൾസാണ്. ഈ എക്സാമ്പിൾസ് മനസ്സിലാക്കിക്കൊണ്ട് എന്താ പറയുക, ഒരിക്കലും നമ്മൾ വാശിക്കും വൈരാഗ്യത്തിനും പോവരുത്, വിട്ടുകൊടുക്കുക. ഇതൊക്കെ നേടിപ്പിടിച്ച് എൻ്റെതെന്ന് പറഞ്ഞ് തലക്കയറ്റി വെച്ചിട്ട് എവിടെ എത്താൻ, എങ്ങോട്ടെത്താൻ? ഒരു കാര്യമില്ല. ഇന്നലെ ഞാനൊരു കോട്സ് വായിച്ചു വാട്സാപ്പിൽ. പൊതുവേ ഇങ്ങനെ എനിക്ക് ലോങ് ഓഡിയോസ് കേൾക്കുന്നതിനോടൊരു ഇഷ്ടമില്ലാത്ത കൂട്ടത്തിൽപ്പെട്ടു. പക്ഷേ മഞ്ജരീസിലുള്ള ലോങ് ഓഡിയോസ് മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. പിന്നെ ലോങ് മെസ്സേജസ് വായിക്കാം, ഇതൊക്കെ നമുക്ക് കുറച്ച് അരോചകത്വം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ചില കാര്യങ്ങൾ വായിക്കും. അതിൽ പ്രശസ്ത സിനിമ ആർട്ടിസ്റ്റ് സിൽക്ക് സ്മിത മാം അവർ എഴുതിയ ഒരു വേർഡ് ഉണ്ടായിരുന്നു. അവർ ഒരുപാട് വിലയേറിയ ആഭരണങ്ങളെല്ലാം സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു അവർ. പക്ഷേ ആ ആഭരണങ്ങളെല്ലാം വിശ്വസിച്ച് ഒരാളുടെ കൈകളിൽ കൊടുത്തു. അവർക്ക് വന്ന ഒരു പ്രണയബന്ധത്തിലോ മറ്റോ കൊടുത്തു. അവരെവിടെയോ ഒരു ലേഖനത്തിൽ, ഒരു മാഗസിനിൽ അവർ എഴുതിയതാണ്. അതിൻ്റെ തെലുങ്ക് പതിപ്പിൻ്റെ മലയാളമാണ് കിട്ടിയത്. അപ്പം അവരതെല്ലാം കൊടുത്തതിന് ശേഷം അവർ പറയുന്നു, ഇനി ആ വിലയേറിയതൊന്നും തന്നെ എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇനി ജീവിക്കുന്നത്? അതൊന്നും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ മരണത്തെ പ്രാപിക്കുന്നു. എന്ത് കാര്യമുണ്ടായി? ആ സമയം എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടായിട്ടുണ്ടാവും. അയ്യോ, സിൽക്ക് സ്മിത മരിച്ചോ?
അവരെക്കാൾ മുകളിൽ തുണിയൂരുന്ന ആൾക്കാരിന്ന് വന്നു കഴിഞ്ഞു അല്ലേ? ആലോചിച്ച് നോക്കണം നമ്മൾ. ഒന്നും ഒന്നിനും പകരമാവുന്നില്ല. ഒന്നിനും പകരാവില്ല. കാലത്തിന് മായ്ക്കാത്തതായിട്ട് ഒന്നുമില്ല. അത്രയും നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്ന് അവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആൾക്കാരില്ല. എത്രയോ സൗന്ദര്യമുള്ള ആർട്ടിസ്റ്റുകൾ, എത്രയോ വലിയ ബിസിനസ്സുകാർ, എത്ര പ്രമുഖ വ്യക്തികൾ, എല്ലാവരും വന്ന വഴിയെ തിരിച്ചുപോയി. ഈ ചെറിയ കാലങ്ങളിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചത് മാത്രം ബാക്കിയായി. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എത്ര വലിയ ആർട്ടിസ്റ്റ് ആയാലും, എത്ര വലിയ എന്താ പറയുക മിനിസ്റ്റർ പദവിയിൽ ഇരുന്നവരായാലും, രാജ്യം ഭരിച്ചിരുന്നവരായാലും, വാട്ടെവർ ഏത് വലിയ പൊസിഷനിലുള്ളവരായാലും ശരി, എത്ര പേരെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും? ആലോചിച്ച് നോക്കിക്കേ. അല്ല, എൻ്റെ ഒരു തിങ്കിങ് ആണ്, എത്ര പേരെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും? നമ്മളിങ്ങനെ അയ്യോ അത് നമ്മൾ, പക്ഷേ നമ്മളുടെ കാലയളവിൽ ജീവിച്ചിരുന്ന ആളുകൾ പോലും, പ്രമുഖ വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ അവർ മരിച്ചിട്ട് ഇത്ര നാളായല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുക. പക്ഷേ 500 വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ച പൂന്താനം തിരുമേനിയെ നമുക്ക് മറക്കാൻ സാധിക്കുമോ? റീമയെക്കുറിച്ച് ഞാൻ കണ്ടു. പൂന്താനം തിരുമേനിയെ മറക്കാൻ നമുക്ക് സാധിക്കുമോ? കൂറൂരമ്മയെ മറക്കാൻ സാധിക്കുമോ? നമ്മുടെ കാലഘട്ടത്തിലാണോ ജീവിച്ചത്? നമുക്കൊപ്പം ഉണ്ടായിരുന്നോ? നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മഞ്ജുളാദേവിയെ മറക്കാൻ നമുക്ക് സാധിക്കുമോ? ആലോചിച്ച് നോക്കണം. അങ്ങനെ എത്ര പ്രമുഖ ഭക്തർ, തുളസീദാസ്, മീരാഭായി, എത്ര പ്രമുഖ ഭക്തർ, ശ്രീല പ്രഭുപാദ് ജി, നമ്മുടെ ഗുരുപരമ്പരകൾ, എത്ര പേര്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇന്നും ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇവർക്ക് പണമില്ല, പ്രശസ്തിയില്ല, സൗന്ദര്യമില്ല, ഒന്നുമില്ല. പക്ഷെ അവർ ജനഹൃദയങ്ങളിൽ നിന്ന് മാറുന്നില്ല. എന്തുകൊണ്ട്? അവിടെയാണ് നമ്മൾ ആലോചിക്കുക. എന്തുകൊണ്ട് മാറുന്നില്ല? അവർ മുറുകെ പിടിച്ചത് സിനിമയോ സീരിയലോ പണമോ പ്രശസ്തിയോ പദവികളോ ഒന്നുമല്ല. കൃഷ്ണനെയാണ് മുറുകെ പിടിച്ചത്. കൃഷ്ണനെയാണ് അവർ മുറുകെ പിടിച്ചത്. അതുകൊണ്ടാണ് അവരെ ഹൃദയം മറക്കാത്തത്. ഭൂമിയുള്ള കാലം വരേക്കും ഒരിക്കലും കൃഷ്ണഭക്തർ മാഞ്ഞു പോവില്ല. അവരെ എന്നും ഭയഭക്തി ബഹുമാനത്തോടു കൂടി സ്മരിക്കും. ഇരിക്കട്ടെ മാതാജി, അവരൊക്കെ ചെയ്യേണ്ടവരൊക്കെ ചെയ്യട്ടെ. പാർട്ടിക്ക് പോയിട്ടല്ലേ, എന്തിനാ പാർട്ടിക്ക് പോകണം? അല്ല, കുടുംബത്ത് വന്നൂടെ ജോലിയും കഴിഞ്ഞിട്ട്? അല്ല, നമ്മളൊക്കെ അങ്ങനെയാണ്. ഷൂട്ടും കഴിഞ്ഞ് നേരെ കുടുംബത്തെത്തിയിട്ട് എങ്ങനെയെങ്കിലും വീട്ടിലെ പണിയും തീർത്തിട്ട് കിടന്നുറങ്ങാൻ നോക്കും. ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ ക്ലാസ് കൊടുക്കും. പാർട്ടിയും തേങ്ങയും മാങ്ങയൊക്കെ കണ്ടിട്ടാണോ ജീവിക്കാൻ പോകുന്നത്? എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഞാൻ അങ്ങനെ പോകുന്നവരോട്ടും സപ്പോർട്ട് ചെയ്യത്തുമില്ല. എന്തോന്ന് പാർട്ടി കൊണ്ട് എന്ത് നേട്ടം കിട്ടുന്നു? പിന്നെ പാർട്ടി ഇവിടെ മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ട് നമുക്കിവിടെ 10 രൂപ കിട്ടിയിട്ട് കാര്യങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെയാണ് പാർട്ടിക്കൊക്കെ പോയി ആർമാദിക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരിൽ നിന്ന് പലതും വാങ്ങി പലതും നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോകേണ്ടവരും. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല. നമ്മളോട്ട് അങ്ങനെ പോകാറുമില്ല. അതിൻ്റെ ആവശ്യമില്ല. മര്യാദയ്ക്ക് കുടുംബത്തൊരു കല്യാണം ഉണ്ടായി പോകാറില്ല. പിന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഭഗവാന്റെ ലോകത്ത് ഭഗവാന്റെ ആളുകളെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് ഭഗവത് സേവനം ചെയ്തുകൊണ്ട് കർമ്മമനുഷ്ഠിച്ച് ജീവിച്ചാൽ നമ്മൾ അമരത്വം കൈവരിക്കും. പണം കൊണ്ടല്ല നമ്മൾ പേര് നേടേണ്ടത്, പ്രശസ്തി കൊണ്ടല്ല പേര് നേടേണ്ടത്, അംഗീകാരങ്ങൾ കൊണ്ടല്ല പേര് നേടേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ്? ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ഓർക്കാതെ മരിച്ചവരെ കുറിച്ച് ഓർത്താൽ ശരിയാകുമോ? ജീവിച്ചിരിക്കുന്ന ചില വ്യക്തികൾ മരിച്ചതിന് തുല്യമാണ്. അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് അവരെക്കുറിച്ച് ഓർക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. മരിച്ചവരാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല ആൾക്കാർ. അവർക്ക് നമ്മളെ എന്താ പറയുക, അവരൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്ന പലരും എങ്ങനെയാണെന്നറിയോ? ക്ഷമിക്കാനുള്ള കഴിവില്ലാത്ത ഭയങ്കര സാധനങ്ങളാണ്. അത് എൻ്റെ കസിൻ തന്നെയാണ്. കസിൻ എന്നല്ല, എൻ്റെ വളരെ ക്ലോസ് വെള്ളമാണ്. ഞങ്ങൾ തമ്മിൽ പടിയാണ്. അതുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് അങ്ങനെ ഇടും. എനിക്കെതിരെ ഇങ്ങനെ കമൻസ് ഇട്ടിട്ടിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് ഞങ്ങളെ തമ്മിൽ മിണ്ടിക്കും. അതിന് വേണ്ടിയാണ്. പറ്റൂലല്ലോ, വിടൂലല്ലോ നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് 16ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. നാത്യശ്നദസ്തു യോഗ സ്ഥിന ചൈഘാന്ത മനശ്ചാഥ ന ചാന്തി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ അർജുന എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും സിന്ധു മാതാജി വൈകാതെ റിപ്ലൈ തരാം. ഇന്ന് തരാം. ഓക്കെ, ഇന്ന് തന്നെ തരാം. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നു, അർജുന, വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല.
അപ്പോൾ എല്ലാത്തിൻ്റെയും നടുക്കാണ് നമ്മൾ നിൽക്കേണ്ടത്. എക്സ്ട്രീം ലെവലിലേക്കും പോകരുത്, ഒരുപാട് താഴേക്കും പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? എക്സ്ട്രീം ലെവലിലേക്കും ഒന്നിൻ്റെ എക്സ്ട്രീം ലെവലിലും പോകരുത്, ഒന്നിൻ്റെ താഴേലേക്കും പോകരുത്. നടുക്ക് അവിടെ നിന്നേക്കണം. ഉറക്കമില്ലാത്തവർക്കും ഒരുപാട് ഉറങ്ങുന്നവർക്കും, ഞാൻ അതിൻ്റെ നടുക്കാണ് കേട്ടോ, എന്നെ ആരൊന്നും പറയണ്ട. വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും അതിൻ്റെ നടുക്കാട്ടോ ഞാൻ എന്താ പറയുന്നത്, യോഗിയാവാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിൽ ആർക്കൊക്കെ യോഗിയാവാമെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക. അതാ ഞാൻ പറയുന്നത്, സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്തിന് ഉറങ്ങുക. ഇപ്പം സമയത്തിന് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ കുറച്ചൊന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ളവർക്കൊന്നും യോഗിയാവാൻ കഴിയില്ല എന്നാണ് പറയണത്. ചില വ്യക്തികൾ പറയണത്, അയ്യോ ഞാൻ അധികം ഒന്നും ഇല്ല, ഞാൻ ഇങ്ങനെ, ഞാൻ അങ്ങനെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമ്മളായി ജീവിക്കൂ. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ കളിക്കും, ചിരിക്കും, തമാശ പറയും, ക്ലാസ് എടുക്കും, എന്താ പറയുക, ക്ഷേത്രങ്ങളിൽ പോകും. ഒരു സാധാരണമായിട്ട് നമ്മൾ ജീവിക്കണം. ഈ അസാധാരണമായ ഒരു പൊസിഷനിലേക്ക് നമ്മൾക്ക് മാറണം എന്ന ആഗ്രഹം നമ്മൾക്കുള്ളിൽ വരുമ്പോഴാണ് നമ്മളൊന്നും അല്ലാതായി പോകുന്നത്. അസാധാരണ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു യോഗ്യതയും നമുക്ക് ആർക്കും ഇല്ല. അതാ ചിന്തിക്കേണ്ടത്. മനസ്സിലാവും? നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. തമാശയും കളിയും ചിരിയും സംസാരങ്ങളും അങ്ങനെ ജീവിക്കുക. നമ്മൾ എന്തോ സംഭവങ്ങളാണ് എന്ന ഭാവത്തിൽ തലക്കനപ്പോട് കൂടി ജീവിക്കുന്നത് വെറും വേസ്റ്റാണ്. എന്താ പറയുക, ഒരൊറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പ്രഖ്യാപിത രാജാവ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളാണ്, അത്രേ വേണ്ടു. അപ്പം നമ്മൾക്ക് ഉള്ള കഴിവുകളെ പോലെ ആയിരിക്കില്ല, ഞാൻ പറഞ്ഞേ, മറ്റുള്ളവർക്കുള്ള കഴിവ്. കൃഷ്ണനെ കൈവിടരുത്, യോഗ്യതയുള്ളവർക്ക് യോഗിയാവാം. കൃഷ്ണനെ കൈവിടരുത്, യോഗ്യതയുള്ളവർക്ക് യോഗിയാവാൻ. ഞങ്ങൾ കൃഷ്ണനെ കൈവിടാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. കൃഷ്ണനുമായിട്ട് ഒരു ആത്മബന്ധം സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ്. കൃഷ്ണനെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. കൃഷ്ണനെ കിട്ടിയ എല്ലാവരും യോഗികളാവണമെന്നുമില്ല. കൃഷ്ണനെ കിട്ടിക്കഴിഞ്ഞാൽ കൃഷ്ണൻ എല്ലാവരിലും ഉണ്ട്. പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലുമുണ്ട്. പക്ഷേ കൃഷ്ണനെ കിട്ടിയാലും യോഗിയാവാത്ത കുറേ ആൾക്കാരുമുണ്ട്. അതിന് ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സിങ്ങിലൂടെ നമ്മളിങ്ങനെ എന്താ പറയുക, പോയി അവസാനം നമ്മളൊരു സ്റ്റാൻഡിലെത്തും. അപ്പോൾ ഭഗവാൻ തീരുമാനിക്കട്ടെ യോഗിയാവണോ ദ്രോഹിയാവണോ എന്ന്, അല്ലേ? അപ്പോൾ യോഗിക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണത്തിൻ്റെയും നിദ്രയുടെയും ഒക്കെ ക്രമങ്ങൾ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു യോഗി എന്തൊക്കെ യോഗിക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണമുണ്ട്, ഉറക്കമുണ്ട്, അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏറെ ഭക്ഷിക്കുക എന്നാൽ ശരീരത്തെയും ജീവനെയും ഒരുമിച്ച് നിർത്താൻ ആവശ്യമുള്ളതിലധികം ഭക്ഷിക്കുക എന്നാണ് അർത്ഥം. ഒരുപാട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല കേട്ടോ. അത് ഞാൻ പറയാം, കുഴപ്പമില്ല പ്രീത മാതാജി, ഒരുപാട് കഴിക്കരുത്. ചില ആൾക്കാരുണ്ട് കണ്ടതും കേട്ടതും എല്ലാം വലിച്ചു വാരി തിന്നും. അത് പാടില്ല. നമ്മളുടെ ജീവൻ നിലനിർത്താൻ നമുക്ക് വിശക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം. രാവിലെ രാവിലെ രാജാവിനെ പോലെ ഉണ്ണണം, അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന്. നമ്മൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒരു കുറച്ച് അത് കഴിക്കുക, ഇരിക്കുക. ഉച്ചയാണെങ്കിലും നമുക്ക് വിശക്കുന്നു എന്ന് തോന്നും, അല്ലെങ്കിൽ ഒരു ടൈം വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജായി മാതാജി, ടൈം വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിന് നമ്മൾക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കുക. അങ്ങനെ നമ്മളൊരു എന്താ പറയുക, പരിമിതമായിരിക്കുന്ന ഒരു ജീവിതത്തിലൂടെ നമ്മൾ പോകുക. കുറേ ഉയർച്ചയിലോട്ടും പോകരുത്, കുറേ താഴ്ചയിലേക്കും പോകരുത്. അങ്ങനെ അതിൻ്റെ ഒരു നടുക്ക് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജീവിച്ചു പോവുക. പിന്നെ പറയുന്നത് എന്താണ്, ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും പാലും ധാരാളം കിട്ടാനുള്ളപ്പോൾ മനുഷ്യന് ജന്തുക്കളെ ഭക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലേ? നമുക്ക് ഒരുപാട് പാല് കിട്ടും, ഒരുപാട് ധാന്യങ്ങൾ കിട്ടും, ഒരുപാട് പഴങ്ങൾ കിട്ടും, കുറേ പച്ചക്കറികൾ കിട്ടും. പക്ഷേ ഈ ജന്തുക്കളുടെ റേറ്റിനേക്കാൾ കൂടുതലും ജന്തുക്കളുടെ റേറ്റുകൾ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ താഴെയാണ് ഈ സാധനങ്ങളെല്ലാം, എത്രയോ താഴെയാണ്. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത്? ഈ റെഡ് മീറ്റ്സ് ഒക്കെ കഴിച്ച് അറ്റാക്കും ലിവർ പ്രോബ്ലംസും എല്ലാം വരുത്തി വെച്ചിട്ട് എന്താ നേട്ടം? ഒരു നേട്ടമില്ല. അപ്പം അതൊക്കെ ഒന്ന് കൊണ്ടുപോയി അങ്ങ് കളയുക. നമ്മൾ എന്താ പറയുക, സസ്യാഹാരികളായി മാറും. നമ്മൾ വെജിറ്റേറിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ശരിയാവും, നമ്മുടെ ചിന്തകൾ ശരിയാവും, നമ്മുടെ റിയാക്ഷൻസ് ശരിയാവും. നമുക്ക് ആവശ്യമില്ല എന്നൊന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മൾ പുറത്തു വരാം. ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാം. എപ്പോഴും മറക്കാനും പൊറുക്കാനും പറ്റാത്തതായിരിക്കുന്ന ഒരു കാര്യങ്ങളും ഈ ലോകത്തില്ല. മറക്കേണ്ടത് മറക്കുക, പൊറുക്കേണ്ടത് പൊറുക്കുക. ചില കാര്യങ്ങൾ മറന്നാലും പുറത്താലും പിന്നെ ആ വഴിക്ക് പോകണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോകണ്ട. നമ്മൾ ഈ ലോകത്ത് എന്താ പറയുക, ഇന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ടാവും, ഇന്ന ആൾ നമ്മളെ കെയർ ചെയ്യും എന്നൊന്നും ചിന്തിച്ചിട്ടല്ല വന്നത്, അല്ലേ? നമ്മൾ പ്രസവിച്ച് നമ്മുടെ അച്ഛനമ്മമാർ ജന്മം നൽകും, അയ്യോ എൻ്റെ അമ്മ എന്നെ എന്നും കാത്തോളും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? ഒരിക്കലും ഇല്ല. എൻ്റെ മരണം വരെ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ മരണം വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് ആരെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല.
ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ, അത് ഭഗവാൻ നമുക്ക് കൊണ്ടുത്തരും, ഉറപ്പായിട്ടും കൊണ്ടുത്തരും. അത് ഞാൻ പറയുന്നത് മറ്റൊരർത്ഥത്തിലല്ല. ഭഗവാൻ നമ്മൾക്കിപ്പോൾ ഒരാളൊരു സഹായം ചെയ്യണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, അമർ എനിക്ക് ഇന്ന സഹായം ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അമറിന് സഹായം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ആരെ ആശ്രയിക്കണം? കൃഷ്ണ, ഗുരുവായൂരപ്പ ഒരു വഴി കാണിച്ചു തരണേ. ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും. അതിന് നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായിരിക്കണം. അല്ല എങ്കിൽ അതൊരു ബിഗ് സീറോയിലേക്ക് പോകും, ഒരു രക്ഷയുണ്ടാവില്ല. നമ്മുടെ മുമ്പിൽ ഒരു വാതിലങ്ങ് വന്ന് അടയും. അതിനാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എപ്പോഴും കൃത്യമായിരിക്കണം. നല്ല പ്രവൃത്തികൾ ചെയ്താൽ ഈശ്വരൻ അതിനുള്ള റിസൾട്ട് തരും. ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത് ഈശ്വരൻ അതിനുള്ള റിസൾട്ട് തരും. അങ്ങനെയാണ് ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അല്ലാതെ ഒരുപാട് പണവും പ്രശസ്തിയും എന്താ പറയുക ഇതെല്ലാം തന്ന് സംഭവബഹുലമാക്കി വെച്ചിട്ടല്ല. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സമയത്ത് വരുന്ന ഏറ്റവും വലിയ സഹായമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ആ കൃഷ്ണൻ ഏത് രൂപത്തിൽ ആരുടെ രീതിയിൽ വരും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെന്താ പറയുന്നത്? 9342494941 ഒരു മെസ്സേജ് ഇടൂ ജയശ്രീ മാതാജി മഞ്ജരീസിന്റെ കേട്ടോ. മുൻപറഞ്ഞ ധ്യാനാദികളായിരിക്കുന്ന ലഘുവായിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെയാണ് ഭഗവത്ഗീത സാത്വികങ്ങളായി കണക്കാക്കുന്നത്. അപ്പൊ ഭഗവത്ഗീതയിൽ സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പാല്, ഇതാണ് സാത്വിക ഭക്ഷണം. ഇതാണ് ഒരു യോഗി കഴിക്കേണ്ടത്. ഭഗവാനെ സ്നേഹിക്കുന്ന വ്യക്തികൾ വെജിറ്റേറിയൻസ് ആവുക എന്നുള്ളതിൽ തർക്കമില്ല. ഭഗവാനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, കൃഷ്ണൻ നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വെജിറ്റേറിയൻസ് ആവുക. ആഴ്ചയിൽ ഒരിക്കൽ നോൺ കഴിക്കാം എന്ന് പറയാൻ പാടില്ല. പൂർണ്ണമായി വെജിറ്റേറിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പനുമായി ഒരു ആത്മബന്ധം സൂക്ഷിക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടി നിങ്ങൾ കയറി. അതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ പടിയിലോട്ട് നമ്മൾ കാലെടുത്ത് വെക്കും, നമ്മൾ പൂർണ്ണമായി വെജിറ്റേറിയൻസ് ആയാൽ. ഇനി വെജായി കഴിഞ്ഞാലോ, കൃഷ്ണനെ ഒന്ന് നോക്കുക, അദ്ദേഹത്തിൻ്റെ നാമം ഉരുവിട്ട് തുടങ്ങും. ജപം ആവുന്നത്ര ജപിച്ചാൽ മതി. ആദ്യം നമുക്ക് 16 മാല കമ്പൽസറി ആയി ജപിക്കണമെന്ന് നമ്മുടെ ഗുരുപരമ്പരയിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഒരു മാലയെങ്കിൽ ഒരു മാല ജപിക്കും, പിന്നെ അത് 2 മാലയാക്കും. 2 എണ്ണം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിലേക്ക് വരരുത്, പിന്നെ കണ്ടിന്യൂസ് 2 എണ്ണം തന്നെ ജപിക്കണം. നമ്മൾ എത്രയാണോ ലാസ്റ്റ് ജപിച്ച് വെക്കുന്നത് അത്ര തന്നെ നമ്മൾ ജപിച്ചു പോകണം. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി? വ്രതഭംഗമായി. മനസ്സിലാവില്ല? വ്രതഭംഗം വരാൻ പാടില്ല. 2 മാല ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് 2 മാല തന്നെ ജപിക്കണം. അടുത്ത ദിവസം ഇന്നലെ 2 എണ്ണം ജപിച്ചു, ഇന്ന് ഞാൻ 3 എണ്ണം ജപിക്കും. അപ്പം പിന്നെ ആ 3 തന്നെ തുടർച്ചയായിട്ട് ജപിച്ചു പോകണം. അതിൻ്റെ താഴേക്ക് വന്നാൽ വ്രതഭംഗമായി. വ്രതഭംഗം വരരുത്. അങ്ങനെ നമ്മൾ ഓരോ പടികളായിട്ട് കയറൂ കൃഷ്ണൻ്റെ അടുത്തേക്ക്. നമ്മൾ അങ്ങനെയാണ്, ഓരോ പടികളായിട്ട് കയറൂ കൃഷ്ണൻ്റെ അടുത്തേക്ക്. കൃഷ്ണൻ്റെ അടുത്തേക്ക് കയറുന്ന ഓരോ പടിയും ജീവിതത്തിലേക്കുള്ള ഉയർച്ചയാണ്, താഴ്ചയല്ല. അങ്ങനെ കയറി പോണ സമയത്ത് എന്താ ഉണ്ടാവുക അറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രിയപ്പെട്ടതായി കരുതിയതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. പലതും നഷ്ടപ്പെടും, ഒരുപാട് നഷ്ടപ്പെടും. അപ്പം നമ്മൾ വിചാരിക്കില്ല എന്താ, അയ്യോ ഞാൻ കൃഷ്ണനോട് എടുത്തപ്പോൾ എനിക്ക് പലതും നഷ്ടപ്പെട്ടു. ഒരിക്കലുമില്ല. അതെല്ലാം നമ്മൾക്ക് പ്രിയപ്പെട്ടതായിരിക്കാം, നമ്മൾക്ക് സന്തോഷം നൽകുന്നതായിരിക്കാം, പക്ഷെ അതൊന്നും നമ്മൾക്ക് ഉചിതമായിരുന്നില്ല. ജീവിതത്തിൽ അതൊന്നും ഉചിതമായിരുന്നതായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉചിതമല്ലാത്തതൊന്നും തന്നെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ നല്ല തിളക്കമേറിയ ഒരു വസ്തു, അതിൻ്റെ തിളക്കം നമ്മൾ കാണുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഇരുട്ട് ഭഗവാൻ കാണുന്നുണ്ട്. ആ ഇരുട്ട് ഭഗവാൻ എടുത്തു കളയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അത് പോയല്ലോ. ഒരിക്കലുമില്ല. അത് പോകാൻ എന്തോ ഒരു റീസൺ ഉണ്ട്. ഭഗവാൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ അത് എടുത്തു മാറ്റിയത് എന്ന ഒരു വ്യക്തമായിരിക്കുന്ന ബോധം നമ്മൾക്കുള്ളിൽ വന്നേ പറ്റൂ. അദ്ദേഹം അറിയാതെ ഒന്നും നടക്കുന്നില്ല ജീവിതത്തിൽ. തമോ ഗുണത്തിലുള്ളവരുടെ ഭക്ഷണമാണ് മാംസം എന്ന് പറയുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 ഗുണങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതിൽ സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല്, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, അതൊക്കെയാണ്. തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? മാംസം കഴിക്കുന്നതാണ് തമോ ഗുണം എന്ന് പറയുന്നത്. അതിനാൽ മാംസഭോജനം, മദ്യപാനം, പുകവലി, കൃഷ്ണാർപ്പണം ചെയ്യാതെയുള്ള ഭക്ഷണം എന്നിവ മലിന പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലുണ്ടാകുന്ന ദോഷഫലങ്ങൾ ഉളവാക്കും. സാക്ഷാൽ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, മാംസം കഴിക്കുന്നത് തമോ ഗുണത്തിൽപ്പെട്ടവരുടെയാണ്. ഇനി മദ്യപിക്കുന്നവരായാലും ശരി, പുകവലിക്കുന്നവരായാലും ശരി, ഭഗവാനെ സമർപ്പിക്കാതെ ഭക്ഷണം കഴിക്കുന്നവരായാലും ശരി, ഇതൊക്കെ മലിന പദാർത്ഥങ്ങൾ. അതായത് അഴുക്ക് നിറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ബോഡിയിൽ എന്താ റിയാക്ഷൻ ഉണ്ടാവുക?
അതേ റിയാക്ഷൻസ് തന്നെയാണ് ഈ തമോ ഗുണത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാലും നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മൾ തമോ ഗുണത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ. ആരെങ്കിലുമൊക്കെ പുക വലിക്കുന്നവരുണ്ടെങ്കിൽ നിർത്തിയേക്കൂ. അതുകൊണ്ട് നേട്ടങ്ങളൊന്നും തന്നെ സംഭവിക്കാനില്ല. മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യൂ. അതും നമുക്ക് വേണ്ട. തമോ ഗുണമായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകണ്ട. പിന്നെന്താ പറയണേ? ഭുഞ്ചതേ തേതൊക്കം പാപയേ പചന്ത്യാത്മാ കാരണാത്. കൃഷ്ണന് നിവേദിക്കാതെ തനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുകയും ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ പാപമാണ് ഭുജിക്കുന്നത്. ഭഗവാൻ നമ്മളെ എല്ലാവരെയും ഈ ലോകത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഭഗവാന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലേ, പിന്നെ എന്താ കഥ? ഒരു കുഞ്ഞിന് ഒരു അമ്മ ജന്മം നൽകിയിട്ട് ആ കുഞ്ഞിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ആ അമ്മ നല്ലതാണോ? അല്ല. ആ അമ്മയെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമുക്ക് അവരോട് ചോദിക്കുന്ന ഫീൽ എന്താണ്? പുച്ഛമാണ്, അല്ലെ? ഫീൽ പുച്ഛം എന്നൊക്കെ പറയില്ലേ? ഒരു കുഞ്ഞിനെ നോക്കാത്ത ഒരു സ്ത്രീയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ അതേപോലെ ഭഗവാനാകുന്ന പരമസത്യത്തെ നമ്മൾ നോക്കുന്നില്ല എങ്കിൽ, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ, പിന്നെ നമ്മളൊക്കെ എന്തോന്ന് മനുഷ്യർ, എന്തോന്ന് ഭക്തര്. നമ്മൾ വീട്ടിൽ ദിവസേന ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ചില വീടുകളിൽ ചില ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ നിർബന്ധമായിട്ടും നോൺ വെജ് വളരെ നിർബന്ധമാണ്. അപ്പൊ ആ നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ഒരു കാരണവശാലും എന്താ പറയുക, വെജിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അപ്പൊ എങ്ങനെയാണ് മാതാജി ഞങ്ങളിങ്ങനെ ഭഗവാന് നേദ്യം വെക്കുന്നത്? നിങ്ങൾ ആദ്യം വെജാവും. നിങ്ങൾ വെജായി കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന് വേണ്ടി ഒരു കഷ്ണം പുട്ടുണ്ടാക്കൂ, അദ്ദേഹത്തിന് മുൻപിൽ കൊണ്ടുപോയി വെക്കൂ. ആ വീട്ടിലുള്ള എല്ലാവരെയും കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തോട് തന്നെ അപേക്ഷിക്കൂ. ആ പ്രാർത്ഥന അദ്ദേഹം കേൾക്കും, കേൾക്കാതിരിക്കില്ല, ഉറപ്പായിട്ടും കേൾക്കും. പയ്യെ 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 വീടുകളിൽ നോൺ വെജ് അങ്ങ് ഒഴിയും. മനസ്സിലാവുന്നുണ്ടോ? നോൺ വെജ് ഒഴിഞ്ഞു കിട്ടിയാൽ തന്നെ ഏറ്റവും വലിയ സമാധാനം. ആ വീട്ടിൽ കലഹം ഉണ്ടാവില്ല. നോൺ വെജാണ് ഒരു പരിധിവരെ കലഹം ഉണ്ടാക്കുന്നത്. കാരണം തമോ ഗുണം നമ്മളിലേക്ക് അങ്ങ് കയറും. സത്വഗുണത്തിൽ ജീവിക്കേണ്ട നമ്മൾ തമോ ഗുണത്തിലേക്കായി പോകും. തമോ ഗുണത്തിലാകുമ്പോൾ വാശി, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, എന്താ പറയുക, പ്രതികാരം, ഇതൊക്കെ ആയിപ്പോവും. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് തമോ ഗുണം വേണ്ട, രജോ ഗുണം വേണ്ട, നമുക്ക് സത്വഗുണം മതി. സത്വഗുണത്തിൽ പോകുമ്പോൾ ക്ഷമ നമ്മുടെ മുഖമുദ്രയായി മാറും. പിന്നെന്താ പറയുന്നത്? ഇന്ദ്രിയ സുഖത്തിനായി ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ പാപമാണ് ഭുജിക്കുന്നത്. അപ്പം അന്നേരം നമുക്ക് പറ്റാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യണ്ട. ഭഗവാൻ അറിയാലോ, മാനസ പൂജ ചെയ്യും. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? മാഡം, ഞാൻ മുസ്ലിം ആയിരുന്നു, ഇപ്പോൾ ഞാൻ ഹിന്ദുവാണ്, മത്സ്യം മാംസം കഴിക്കാറില്ല, ലഹരി ഉപയോഗിക്കാറില്ല, ഞാൻ സിംഗിളാണ്, പേര് ശ്രീരാമൻ. എന്തായാലും മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അതിലൊരു കാര്യം പറയാം. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ ഇല്ല. നമ്മൾ ഈശ്വരനെയാണ് കാണുന്നതെങ്കിൽ, ഈശ്വരൻ്റെ വഴികളിലൂടെയാണ് പോകുന്നതെങ്കിൽ അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. സത്വഗുണത്തിൽ പോവുക, സാക്ഷാൽ ഭഗവാനെ നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ആഹാരം പാകം ചെയ്യുമ്പോൾ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ ചെയ്യണം. ആഹാരം കളയാൻ പാടില്ല. അന്നപൂർണേശ്വരിയാണ്. അത് ആ ഒരു ഭയത്തോടും ഭക്തിയോടും ബഹുമാനത്തോടും കൂടി ചെയ്യുവാണെങ്കിൽ അത് നാളെയും നമ്മുടെ കുടുംബത്തിൽ കയറി വരും. അല്ലെങ്കിൽ നമ്മൾ പട്ടിണിയായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കരുത്. അയ്യോ, എനിക്ക് നല്ല ഭംഗി കിട്ടണം, എനിക്ക് നല്ല ആരോഗ്യം വേണം, അങ്ങനെ ഇന്ദ്രിയ സുഖം, നല്ല കാഴ്ചശക്തി കിട്ടാൻ ഞാൻ നല്ല ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ നല്ല ലൈംഗിക ആസക്തി കിട്ടാൻ ഇതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്തണം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതും എന്താണ്? തെറ്റാണ്. ചെയ്യരുത്. അതും തെറ്റാണ്. നമുക്ക് അങ്ങനെ ഇന്നത് കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ, നിൽക്കാൻ പറ്റൂ, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾക്ക് എന്താണോ സാത്വികമായിരിക്കുന്ന ഭക്ഷണം നമുക്ക് വിഷമിക്കുമ്പോൾ കിട്ടുന്നത് അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോവാം. നാളെ വിളിക്കുമോ പ്രീത മാതാജി? ഇന്നിപ്പോൾ രാജേട്ടൻ വരുന്നുണ്ട്, അപ്പോൾ കുറച്ച് സമയം അങ്ങനെ പോകും. പിന്നെ എനിക്ക് മെസ്സേജുകൾ കുറേ നോക്കാനുണ്ട്, വൈകുന്നേരം ചുറ്റുകളൊക്കെ ഉണ്ട്. നാളെ വിളിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല. അതൊക്കെ വിട്ടുകളയും. നമ്മൾ നമ്മുടെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കുറച്ച് കഴിച്ച്, ഒരുപാട് താഴേക്കും പോരുത്, ഒരുപാട് മേലേക്കും പോരുത്, മിഡിലിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. പിന്നെ പറയുന്നു, പാപം ഭുജിക്കുകയോ തനിക്കുള്ള ഓഹരിയിൽ കവിഞ്ഞ് ഭക്ഷിക്കുകയോ ചെയ്യുന്നവന് യോഗാനുഷ്ഠാനത്തിൽ മികവ് നേടാനാവില്ല. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? പാപം ഭുജിക്കരുത്, പാപം കഴിക്കരുത്. എങ്ങനെയാണ് പാപം കഴിക്കുക എന്ന് പറയുന്നത്? നോൺ വെജ് കഴിക്കുന്നതിന് പാപമാണ്. ഭഗവാന് സമർപ്പിക്കാതെ കഴിക്കുന്നത് പാപമാണ്. തമോ രജോ ഗുണത്തിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ പാപമാണ്. മനസ്സിലായില്ലേ?
കറക്റ്റായിട്ട് വിദ്വേഷത്തോടു കൂടി ഭക്ഷണം പാകം ചെയ്താൽ അത് കഴിക്കുന്നവർക്കും ഉണ്ടാവും. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, നേരം വെളുത്താൽ തുടങ്ങും ഞാൻ അടുക്കളയിൽ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മമാർ ഇടുന്ന ബഹളം ഉണ്ടാക്കി അത് കഴിക്കാനിരിക്കുന്ന വീട്ടിൽ അന്ന് കലഹമായിരിക്കും. നമ്മളുടെ മനസ്സ് ആ ഭക്ഷണത്തിലുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മനസ്സ് ആ ഭക്ഷണത്തിലുണ്ട്. അപ്പോൾ ആ കുക്കിങ്ങിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കൃഷ്ണന് നിവേദിച്ചതിൻ്റെ ഉച്ഛിഷ്ടം മാത്രം ഭക്ഷിക്കുന്നതാണ് ഉത്തമം. അത് പ്രസാദമാണ്, മഹാപ്രസാദമാണ്. കൃഷ്ണൻ എന്താണോ നിവേദിക്കുന്നത് അത് മഹാപ്രസാദമാണ്. ആ മഹാപ്രസാദം കഴിക്കാൻ സാധിച്ചാൽ, ഞാൻ ജഗന്നാഥ് പുരിയിലെ കഥ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ മഹാപ്രസാദം കഴിക്കണമെങ്കിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയില്ല, അയ്യോ പ്രസാദം കഴിക്കണം, പ്രസാദം കഴിക്കണം. അതേ മഹാപ്രസാദം നമുക്ക് വീട്ടിലും കിട്ടുമല്ലോ. നമ്മുടെ വീട്ടിലും ഭഗവാൻ ഇരിക്കുന്നില്ലേ? എല്ലാവരുടെ വീട്ടിലും ഭഗവാനില്ലേ? ഭഗവാന്റെ മുമ്പിൽ ഒരു നിവേദ്യം വെക്കുന്നേ, അതെടുത്തിട്ട് കുറച്ച് ചോറെടുക്കൂ, കണ്ണിമാങ്ങ എടുക്കൂ, അതുപോലെ എന്താ പറയുക, 2 പപ്പടം വറുക്കൂ, ഒരു ഇച്ചിരി തൈര് വെക്കൂ, ഉള്ളി വെളുത്തുള്ളി ഒന്നും ഇല്ലാണ്ട് ഒരു തോരൻ വെക്കൂ. ഭഗവാനായി, നിവേദ്യമായി. അത് കൊണ്ടുവന്നിട്ട് എല്ലാം അതാത് പാത്രങ്ങളിലേക്ക് ഇടും, മിക്സ് ചെയ്യും. മഹാപ്രസാദമായില്ലേ? ആ മഹാപ്രസാദം കഴിക്കുമ്പം വൈഷ്ണവമായിരിക്കുന്ന ഒരു വലിയ ചൈതന്യം നമ്മൾക്കുള്ളിലേക്ക് വരും, നമ്മുടെ സിരകളിലേക്ക് വരും, നമ്മൾ അറിയുന്നില്ല. ഓറ എന്ന് പറയുന്നത് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? മനസ്സെന്ന് പറയുന്നത് ഏതെങ്കിലും ഡോക്ടേഴ്സ് കണ്ടെത്തിയ അവയവമാണോ? അല്ല. അതേപോലെ വൈഷ്ണവമാകുന്ന ഒരു അനുഗ്രഹം നമ്മളുടെ സിരകളിലേക്ക്, രക്തത്തിലേക്ക് അലിഞ്ഞു ചേരും. അത് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉയരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മഹാപ്രസാദം ശീലമാക്കണം. അതിന് എല്ലാ വീടുകളിലും എപ്പോഴും ഭഗവാന് ഒരു പഴമെങ്കിലും നിവേദിക്കാൻ മറക്കരുത്. ദിവസേന ഒരു പഴമെങ്കിലും നിവേദിക്കുക. മനസ്സിലാവുന്നുണ്ട്? കൃഷ്ണാവബോധമുള്ളവർ ആദ്യമായി കൃഷ്ണനെ നിവേദിച്ച ശേഷമേ ആഹാരം എന്തും ഉപയോഗിക്കൂ. കൃഷ്ണാവബോധമുണ്ട്, ഭക്തനാണ്, ഭക്തിയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാൻ എന്തെങ്കിലും നിവേദിച്ചിട്ട് മാത്രമായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ ഭക്ഷണം കഴിക്കുന്നത്. അതിനാൽ കൃഷ്ണാവബോധവാന് മാത്രമേ യോഗത്തിൽ പൂർണ്ണത നേടാൻ കഴിയൂ. കൃഷ്ണാവബോധം ഉള്ളിലുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ തന്നെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കും. ആ വ്യക്തി ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കില്ല, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ചിന്തിക്കില്ല. ഭഗവാൻ പറയുന്നില്ലേ, നഷ്ടപ്പെട്ടതൊന്നും നിന്റേതല്ലല്ലോ, പിന്നെ നീ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ബഹളം വെക്കുന്നു? ഇന്നലെ അതൊക്കെ ആരുടെ ആയിരുന്നു, ഇന്ന് നിന്റേതാണ്, നാളെ മറ്റാരുടേതാണ്. പിന്നെ എന്തിനാ ഈ ബഹളം വെക്കുന്നത്? എന്തിനാ ദുഃഖിക്കുന്നത്? അതുകൊണ്ട് അതേക്കുറിച്ചൊക്കെ വിട്ടുകളയാനാണ് ഭഗവാൻ പറയുന്നത്. കൃത്യമായിട്ട് ആഹാരം ഉപേക്ഷിക്കുകയും സ്വന്തമായി സൃഷ്ടിച്ച ഉപവാസ ചടങ്ങുകളും യോഗാഭ്യാസവും അനുഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് ഒരാൾക്ക് യോഗ പരിപൂർണത നേടാനാവില്ല. എന്താണ്? കൃത്രിമമായിട്ട് ആഹാരം ഉപേക്ഷിച്ചിട്ട്, മനസ്സിലായില്ലേ? കൃത്രിമമായി ആഹാരം ഉപേക്ഷിച്ച് സ്വന്തമായി സൃഷ്ടിച്ചിരിക്കുന്ന ഉപവാസ ചടങ്ങുകൾ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇതാണ്, ഞാൻ അതാണ്, അന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഒരു ലൈനുണ്ട്. 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കാം, അമിതമായി കഴിക്കണ്ട. നമുക്ക് വയറ് നിറയുന്നത് വരെ നമ്മൾ തൃപ്തിയായി കഴിഞ്ഞാൽ നമ്മൾ നിർത്തുക. പിന്നെന്താ പറയുന്നത്? അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അതെല്ലാത്തിനും മുന്നേ ഭഗവാൻ അത് സമർപ്പിക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരുപാട് നേരം വെറുതെ കിടന്ന് ഉറങ്ങരുത്. ഇന്നിപ്പോൾ വയ്യ, ഇന്നിപ്പോൾ സമയമുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് നേരം കിടന്ന് ഉറങ്ങരുത്. നല്ല ഭക്ഷണം, നല്ല രുചി എന്ന് പറഞ്ഞ് വാരി വലിച്ച് തിന്നരുത്. ഇതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് സ്വസ്ഥമായി നമ്മൾ സമാധാനത്തോടുകൂടി റിലാക്സ് ചെയ്തുകൊണ്ട് പോവാം. അങ്ങനെ പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കൃഷ്ണാവബോധത്തിൽ വളരാൻ സാധിക്കും. അതർവൈസ് വളരാൻ കഴിയില്ല. മൂക്ക് മുട്ട തിന്നിട്ട് കൂർക്കവും വലിച്ച് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം എണീറ്റ് കുളിച്ചിട്ട് ഓക്കെ പ്രഭു, വൈകുന്നേരം എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി നിന്നിട്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് സിമ്പിളാക്കി കൊണ്ടുവരാം. പിന്നെ പറയുന്നു, കൃഷ്ണാവബോധം മുതിച്ച ഒരാൾക്ക് ധർമ്മശാസ്ത്രപോക്തങ്ങളായിരിക്കുന്ന ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയോ ആവശ്യമില്ലാതെ ഉപവസിക്കുകയോ ഏറെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഉപവാസങ്ങൾക്കേ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയും. കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി പക്കയായിരിക്കും. മനസ്സിലായില്ലേ? കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി പക്കയായിരിക്കും. അവർ കൃത്യമായിട്ട് ഉപവാസങ്ങൾ, ഏകാദശി പോലെയുള്ള ഉപവാസങ്ങൾ എടുക്കും, കഴിക്കേണ്ട പദാർത്ഥങ്ങൾ കഴിക്കും, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കും. അങ്ങനെയുള്ള ഒരാൾ യോഗ പരിശീലനത്തിന് കഴിവ് നേടും. അങ്ങനെയുള്ള ഒരാൾ എന്താണ്? യോഗ അഭ്യസിക്കും. അല്ല എങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ? അയ്യോ ഞാൻ കുറേ ഭക്ഷണമൊക്കെ കഴിച്ചു, എനിക്ക് അവിടെ വെയിറ്റായി, ഇവിടെ വെയിറ്റായി, എന്താ പറയുക, കുറച്ച് യോഗ ചെയ്ത് ശരീരമൊക്കെ ഒന്ന് പക്കയാക്കട്ടെ. ഒരിക്കലും ഭൗതികമായിരിക്കുന്ന ആ നേട്ടത്തിന് വേണ്ടിയുള്ളതല്ല യോഗ. ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. യോഗ ജ്ഞാനത്തിലൂടെ ധ്യാനത്തിലെത്തി ഭക്തിയിലേക്ക് എത്താനാണ് യോഗ. അല്ലാതെ നമ്മുടെ ബോഡി ഷേപ്പ് നിലനിർത്താനല്ല യോഗ. ഏറെ ഭക്ഷിക്കുന്നവൻ ഉറക്കത്തിൽ അധികം സ്വപ്നങ്ങൾ കാണും. മനസ്സിലായില്ലേ?
ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രഭു, അത് കൃഷ്ണൻകുട്ടി പ്രഭു. അയ്യോ അതൊന്നും സാരില്ല, ഞാനിപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ ഫസ്റ്റിൽ ഭക്തി കൂടുന്നവർക്ക് സങ്കടം കൂടുതൽ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഒന്ന് ഫ്രീ ആകുമ്പോൾ കേട്ടോളൂ. ഓക്കെ, വേണമെങ്കിൽ ഞാനിത് ഇപ്പോൾ ഈ 2 ലൈൻസ് കഴിയുമ്പോൾ അത് കഴിയും, എന്നിട്ട് ഞാൻ ഒന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? നമ്മൾ ഒരുപാട് കിടന്നുറങ്ങും. ഒരുപാട് കിടന്നുറങ്ങുമ്പോൾ മത്തായിട്ട് അങ്ങ് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പല കാര്യങ്ങളും നമ്മളിലേക്ക് വരും. അപ്പോൾ അത് സ്വപ്നങ്ങളായി മാറും. ഓക്കെ, അപ്പോൾ ദിവസത്തിൽ 6 മണിക്കൂറിലധികം ആരും ഉറങ്ങേണ്ട ആവശ്യമില്ല എന്ന് ഗീതയിൽ ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഉറപ്പിച്ച് തന്നിട്ടുണ്ട്. ദിവസത്തിൽ 6 മണിക്കൂർ ഉറങ്ങും. ഒരു 10:30 മണിക്ക് നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, 11 മണിക്ക് കിടന്നാൽ 12, 1, 2, 3, 4, 5 മണിക്ക് നമുക്ക് ഉണരാം. 12 പോട്ടെ, 10:30 ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ 10:30 തന്നെ കിടന്നു. 11, 12, 1, 2, 3, 4 മണിക്ക് ഉണരാം. എങ്ങനെയുണ്ട്? 6 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാൽ മതി എന്ന് ഭഗവാൻ ഗീതയിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട്. 24 മണിക്കൂറിൽ 6 മണിക്കൂറിലധികം ഉറങ്ങുന്ന ആള് തീർച്ചയായും തമോ ഗുണത്തിന്റെ സ്വാധീനതയിലാണ്. 24 മണിക്കൂറിൽ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ തമോ ഗുണത്തിലാണെന്നാണ് പറയുന്നത്. ഭഗവാൻ ഒരിക്കലും അവരിൽ പ്രവർത്തിക്കില്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഉറക്കം നിയന്ത്രിക്കുക. അലസനും നിദ്രാലുവുമാകയാൽ തമോ ഗുണബാധിതനായിരിക്കുന്ന ഒരാൾക്ക് യോഗ പരിശീലനത്തിന് സാധിക്കില്ല. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ തമോ ഗുണത്തിലേക്ക് എത്തി. തമോ ഗുണത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതമേ ഒരു പാതാള കുഴിയിലെത്തിയ പോലെയായി. എന്തിനാ അങ്ങനെയൊക്കെ പോകുന്നു? നമ്മൾ ഭഗവാൻ പറഞ്ഞ രീതിയിൽ പോകൂ, ബാക്കി അദ്ദേഹം പ്രവർത്തിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ലേ യോഗം ക്ഷേമം വഹാമ്യഹാന്ന്. അദ്ദേഹം യോഗവും ക്ഷേമവും ഒക്കെ തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഭഗവാൻ പറഞ്ഞ വഴിക്ക് വരാൻ നോക്കണം. അല്ലാതെ നമ്മൾ പോണ വഴിക്ക് നമ്മൾ പോയിട്ട് നമ്മൾ ഭഗവാനെ എന്താ പറയുക, ഭഗവാനെ കിട്ടുന്നില്ല എന്ന് പറയും ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഒരു പ്രഭു ചോദിച്ചിട്ടുണ്ട്, ഭക്തി കൂടുന്നതിനനുസരിച്ച് സങ്കടം കൂടുമോ എന്ന്. ഭക്തി കൂടിയാലല്ലേ നമുക്ക് സങ്കടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടുള്ളൂ. ഒരിക്കലും നമുക്കാർക്കും ഭക്തി വരുന്നില്ല. ഭക്തി എന്ന് പറയുന്നത് ഒരു കൃഷ്ണപ്രേമമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, കുറേ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, വഴിപാട് ചെയ്യുന്നു, നാമം ചൊല്ലുന്നു, ഇതൊന്നും ഒരു ഭക്തിയായിട്ട് കണക്കാക്കാൻ പറ്റൂല. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുൻപിൽ കൃഷ്ണനാമം നമ്മൾ വിടുന്നില്ല എങ്കിൽ അതൊരു ഭക്തി തന്നെയാണ്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഗുരുവായൂരമ്പലത്തിൽ പോയിട്ടും ഇത്രയും ഭഗവാനെ വിളിച്ചിട്ടും ഒന്നും എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ലല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞ് കൃഷ്ണനെ എടുത്ത് മാറ്റി വെക്കുന്നത് ഭക്തിയാവോ? ഒരിക്കലും ഭക്തിയാവില്ല. താങ്ക് യു ശ്രീകല മാതാജി, മോനെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു. ഒരിക്കലും ഭക്തിയാവില്ല. നമ്മൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. കാരണം എന്താണെന്ന് ഓർത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അത് ഞാനും നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയൊക്കെ ഒത്തിരി പ്രതിസന്ധികൾ, നമ്മൾ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ ഈ ജന്മം. അപ്പം ഈ ജന്മത്ത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതൊക്കെ അനുഭവിക്കാനാണ് ജനിച്ചിരിക്കുന്നത്, കർമ്മഫലം. ആ കർമ്മഫലത്തിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈശ്വരനാമം ശീലമാക്കുക, ഭഗവത് നാമം ശീലമാക്കുക. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഓരോരുത്തരും ഗുരുവായൂരമ്പലത്തിൽ പോണത് റീൽസ് ഇടാനാണ് അല്ലേ? നല്ല ഭംഗിയായിട്ട് കുറേ വസ്ത്രമൊക്കെ ഇട്ട് 4 ഡാൻസിൻ്റെ സ്റ്റെപ്പും ചെയ്ത് റീൽസും ഇട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസും ഇട്ട് എന്തെങ്കിലും ഒക്കേഷൻസിനൊക്കെ പോകുമ്പോൾ ഓക്കെ, ഉത്സവം പോലുള്ള ഇതൊക്കെ പോകുമ്പോൾ ചെയ്യാം, സന്തോഷം, ഞാനും ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിനായി അവിടെ എത്തുന്നവരും ഉണ്ടല്ലോ. അല്ല, അതൊക്കെ എന്തൊരു മോശമാണ്. നമ്മൾ മുൻപും പറഞ്ഞതുപോലെ ആ കിഴക്കേ നടയിൽ ആ കൊടിമരത്തിൻ്റെ താഴെ ചെന്ന് നിന്ന് കണ്ണുകൾ അടച്ച് ഒരു 5 മിനിറ്റ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചാൽ കിട്ടുന്ന സന്തോഷം മറ്റെവിടെയും കിട്ടുള്ളൂ. അതൊരു വല്ലാത്ത ഫീലാണ്. ആ ഫീലിങ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ കൃഷ്ണനാമം മാത്രമേ ഗുരുവായൂരമ്പലത്തിൻ്റെ നടയിൽ നിന്ന് നമുക്ക് വരും. അതെവിടെയാണെങ്കിലും ശരി കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഒന്നിനും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തിലും ഒക്കെ ചെയ്തു പോയ പാപങ്ങളാണ്. ആ പാപങ്ങളൊക്കെ ഒന്ന് തീരാനുള്ള ഒരു അവസരമാണ് ഈ ജന്മം. അപ്പോൾ ഈ ജന്മത്തിൽ കൃഷ്ണനെ വിളിക്കുന്തോറും നമ്മൾ വിചാരിക്കും പ്രശ്നങ്ങളല്ല. കഴിഞ്ഞ ജന്മം ചെയ്തു പോയ കുറേ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അതനുഭവിച്ച് തീരാണ്. അത് അതിൻ്റെ വേഗതയിൽ അതിൻ്റെ കാഠിന്യത്തോടു കൂടി അനുഭവിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല. മനസ്സിലാവുന്നില്ല? പക്ഷെ ഭഗവാന്റെ നാമം വിളിക്കുന്നതോറും ഭഗവാൻ അതിങ്ങനെ കുറച്ച് തരികയാണ്. നമുക്ക് വളരെയധികം ആ കാഠിന്യം കുറച്ച് തരികയാണ്. കുറച്ച് തന്നിട്ട് നമ്മൾ ഇത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയത് എത്രയായിരിക്കും? ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഭഗവാനെ മുറുകെ പിടിക്കുന്തോറും അത് നമുക്ക് കുറച്ചാണ്. നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ കാഠിന്യം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ
ശരിക്കും ഭഗവാന്റെ നാമം വിളിക്കാതെ നമ്മൾ കർമ്മഫലം അനുഭവിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? മുട്ടോളം വെള്ളമുള്ള ഒരു വെള്ളത്തിലൂടെ നമുക്ക് ക്രോസ് ചെയ്ത് പോകുമ്പോൾ തന്നെ അയ്യോ മുട്ടപ്പം വെള്ളമുണ്ടെന്ന് പറയും. കഴുത്തോളം മുങ്ങിയിലൂടെ നടക്കുമ്പോൾ എന്താ അവസ്ഥ? അപ്പം എന്ത് ചെയ്യാം? കണ്ണടച്ചാൽ ഭഗവാനെ കാണാൻ പറ്റും. ശ്രമിക്കാം. ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹം വരും, നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അദ്ദേഹം നമ്മൾ ചിന്തിക്കേണ്ട അപ്പുറത്താണ്. വളരെ 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 മുകളിലാണ് കൃഷ്ണൻ. ഒരു തലമുടി പോലും ഇളകുന്നത് കൃഷ്ണൻ അറിയാം. നമ്മുടെ ഉള്ളിൽ എന്ത് ചിന്തിക്കുന്നോ അത് കൃഷ്ണൻ മനസ്സിലാക്കുന്നുണ്ട്. കൃഷ്ണനോടടുത്ത് ജീവിക്കുന്ന വ്യക്തികൾ ആരായാലും അവരുടെ ജീവിതത്തിൽ എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും ശരി, കൃഷ്ണന് താല്പര്യമില്ല എന്ന് തോന്നുന്ന ബന്ധങ്ങളിലൊന്നും ഭഗവാൻ കൊണ്ടുപോയി വെക്കില്ല. ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതൊന്നും ആ സമയത്ത് നടക്കില്ല, പിന്നീട് നടക്കും. അതുകൊണ്ട് ജോലി ആയാലും വിവാഹമായാലും കുഞ്ഞായാലും ഒക്കെ തളരണ്ട, പ്രാർത്ഥിച്ചോളൂ. സമയമാവുമ്പോൾ അദ്ദേഹം തരും. അതുവരേക്കും നമ്മളെ അദ്ദേഹം പിടിച്ചു നിർത്തും. തന്നു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ അദ്ദേഹത്തിന് സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന രീതിയിൽ മുന്നോട്ട് പോവാം. കൃഷ്ണൻ ആരെയും ഉപദ്രവിക്കില്ല, കൃഷ്ണൻ ആരെയും ദ്രോഹിക്കില്ല. നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കയ്യിലിരിപ്പാണ്, അത്രയും ചിന്തിച്ചാൽ മതി. നമ്മുടെ കയ്യിലിരിപ്പ് അനുഭവിച്ച് തീരുമ്പോൾ നമ്മൾ ക്ലിയർ ആവും. അപ്പം അങ്ങനെ നമ്മൾ കയ്യിലിരിപ്പുകളെല്ലാം അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത്. ഈ ജന്മത്തിൽ ഭഗവത് നാമം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്നതിൻ്റെ കാഠിന്യം ഒന്ന് കുറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പനി ഉണ്ടാകുമ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ 1-2 ദിവസം കൊണ്ട് പനി ഒന്ന് കുറഞ്ഞൊന്ന് വേർക്കും അല്ലേ? പക്ഷെ നല്ല പനി ഉണ്ടാകുമ്പം മരുന്നൊന്നും കഴിക്കാതിരിക്കുകയാണെങ്കിലോ ആ പനി അങ്ങനെ തന്നെ സഹിച്ചു പോകണം. അപ്പം അതേപോലെ എന്താ ചെയ്യേണ്ടത്? ആയിരിക്കും, ഇല്ല എന്നൊന്നും പറയില്ല. നമ്മൾ ഏത് മതത്തിൽ ജനിച്ചു, ഏത് കുലത്തിൽ ജനിച്ചു എന്നൊന്നും നമ്മൾ നോക്കണ്ട പ്രഭു, ശ്രീരാം പ്രഭു, അവൻ നോക്കണ്ട, വിട്ടേക്ക്. ഈ ജന്മം കൃഷ്ണനെ അറിയുന്നുണ്ടോ, കൃഷ്ണനെ സ്നേഹിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ, ഫൈൻ, അത് മതി. നമ്മുടെ ഹരിദാസ് ഠാക്കൂർജി ആരായിരുന്നു? മുസ്ലിം ആയിരുന്നു അല്ലേ? നാമാചാര്യൻ എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ നാമം ജപിക്കുന്ന വ്യക്തി നാമാചാര്യൻ. അപ്പം അത്രയും വലിയ ഒരു മുസ്ലിം പ്രവിശ്യയിൽ ജനിച്ച അദ്ദേഹത്തിന് ഹൈന്ദവത്തിൽ നാമാചാര്യൻ എന്നൊരു പേര് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയ സംഭവം എന്താ കാണാനുള്ളത്, എന്താ കേൾക്കാനുള്ളത്? മായാപുരാണ്. എന്താ കേൾക്കാനുള്ളത്, എന്താ അറിയാനുള്ളത്? അങ്ങനെ പ്രമുഖ വ്യക്തികളുണ്ട്, ഒരുപാട് പേരുണ്ട്. കംസന്റെ പുനർജന്മമായിരുന്നില്ലേ നമ്മുടെ ചാന്ദ് കാസി? ചാന്ദ് കാസി മുസ്ലിം പ്രവിശ്യയിലല്ലേ ജനിച്ചത്? അവസാനം ഭഗവാൻ കൊടുത്ത അനുഗ്രഹം നോക്കൂ. അപ്പോൾ ഏത് കുലത്തിൽ ജനിക്കുന്നു, ഏത് മതത്തിൽ ജനിക്കുന്നു, ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. അങ്ങ് ഈ ജന്മത്തിൽ കൃഷ്ണനെ അറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പുണ്യവാനാണ്. അങ്ങയുടെ തൃപ്പാദങ്ങളിൽ നമ്മളെല്ലാവരും നമസ്കരിക്കാൻ ബാധ്യസ്ഥരുമാണ്, കൃഷ്ണനെ അങ്ങ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം മറ്റൊരു കുലത്തിൽ ഒരു മതത്തിൽ ജനിച്ചിട്ടും കൃഷ്ണനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയിലൂടെയാണ് പോകുന്നത് എങ്കിൽ എടുത്തു പറയത്തക്കേണ്ട വിഷയം തന്നെയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിൽ നിന്നൊന്നും ആഗ്രഹിക്കില്ല. ഇപ്പം നമ്മുടെ മഞ്ജരീസിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബൊക്കെ മോണിറ്റൈസേഷൻ കടന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തു, നിങ്ങൾ പേയ്മെൻറ്റ് വാങ്ങും. വേണ്ട, ഭഗവാന്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് എന്ത് പേയ്മെൻറ്റ് വാങ്ങാനാണ്? വേണ്ട. പ്രഭാഷണങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്, 1 രൂപ ദക്ഷിണ വാങ്ങാറില്ല. ഇപ്പോൾ നവരാത്രിക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് വിളിച്ചു. അവർ ഇന്നലെ എന്നോട് ചോദിച്ചു, മന്ദജി എങ്ങനെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ്? ഭഗവാന്റെ കാര്യം പറയാൻ എനിക്കെന്തിനാ പേയ്മെൻറ്റ്? ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഞാൻ അവിടെ എത്തും. എനിക്ക് അതിനുള്ള ജോലി ഭഗവാൻ തന്നിട്ടുണ്ട്. ഞാൻ ശമ്പളം വാങ്ങും ചെയ്യും, ഞാൻ അവിടെ എത്തും ചെയ്യും, ഞാൻ പ്രഭാഷണം നടത്തും ചെയ്യും. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അതിനെനിക്ക് യാതൊരു വിധത്തിലുള്ള സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളും വേണ്ട, ഞാൻ വാങ്ങില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ക്ഷേത്ര പുരോഗതിക്ക് എടുക്കൂ, നമുക്കെന്തിനാണ്? അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹം അവസരം തരണം അല്ലേ? നമ്മൾക്ക് കുറേ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹം അവസരം തരണം. അദ്ദേഹം അവസരം തന്നാൽ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. അതാ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൃഷ്ണനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ദുഃഖം വരും എന്ന ചിന്ത നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ. ഒരിക്കലും ദുഃഖം വരില്ല. കൃഷ്ണനെ മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളുടെ കാഠിന്യം കുറയും. പക്ഷെ ദുരിതങ്ങൾ അങ്ങനെ ഉണ്ടാവും, അതിൻ്റെ കാഠിന്യം മാത്രം ഒന്ന് കുറയും. അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ച് തീർക്കുക. പക്ഷേ കൃഷ്ണൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് നമ്മൾക്ക് ഉണ്ടാവും. അങ്ങനെ ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവേ ഉറപ്പായിട്ടും നമുക്ക് അതീന്ദ്രിയമായിരിക്കുന്ന ആ ഗോലോകത്തേക്ക് ഒരു ദിവസം കയറാൻ പറ്റും. ഹാപ്പി. അപ്പോൾ ഇന്ന് വൈകിട്ട് ചുറ്റുവിളക്ക് ഉണ്ട് ക്ഷേത്രത്തിൽ.
പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ. അപ്പോൾ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് പോയിട്ട് വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ രാത്രി ക്ലാസ് ഉണ്ടാവില്ല, നാളെ എടുക്കുക. മാക്സിമം ക്ലാസ്സൊക്കെ ഷെയർ ചെയ്യാം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് തരിക ഈ നമ്പറിലേക്ക്. പിന്നെ ഗ്രൂപ്പിൽ ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അന്നദാനങ്ങൾ, ഏകാദശികൾ, പ്രദോഷങ്ങൾ, സ്കന്ദഷഷ്ടി, ഷഷ്ടി, സങ്കടഹര ചതുർത്ഥി, ഗാനമഞ്ജരി, പിന്നെ ചിന്താമഞ്ജരി, ആയുർമഞ്ജരി ഇതെല്ലാം ലഭിക്കും. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പ്രിയേഷൻ കി ജയ്. ഹരേ കൃഷ്ണ.